ഓം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഓരോ നൈമിഷാരണ്യത്തിലും നേമി ശീർണം ആയിക്കൊണ്ടിരിക്കുക. ചക്രം ഉടഞ്ഞ സ്ഥലമാണല്ലോ നൈമിഷാരണ്യം. ഏതാ ഈ ചക്രം? ഒരു നിമിഷനേരം പോലും വിശ്രമമില്ലാതെ ഉണർവിലും ഉറക്കത്തിലും നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സ് തന്നെ അല്ലേ? ആ മനസ്സ് എവിടെ നിശ്ചലമാകുമോ അത് നൈമിഷാരണ്യം. നിശ്ചല തത്വേ ജീവൻ മുക്തി എന്നാണ് ആചാര്യസ്വാമികൾ. മനസ്സ് നിശ്ചലമായാൽ, ചിന്തകളൊക്കെ അടങ്ങിയാൽ, ചിന്താരഹിതോ ഹൃദാഖ്യ എന്ന് രമണ മഹർഷി പറഞ്ഞ ആത്മാനുഭൂതി, ശാശ്വത ശാന്തി, അത് തന്നെ ഭഗവത് പ്രാപ്തിയാകുന്ന മോക്ഷം. അതിന് പറ്റിയ ഗ്രന്ഥമാണ് ഭാഗവതം. ഇവിടെ ഏത് കാണുമ്പോഴും നമുക്ക് ഓർമ്മിക്കാനുള്ളത് ഇതെല്ലാം ആ ഒരേ ഒരു പരമാത്മ ഭഗവാന്റെ ആവിഷ്കാരം. ശ്രീമദ് ഭാഗവതത്തിന്റെ മഹിമ അവതരണം. ഭാഗവതം പറയണു, സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മേകത്വലക്ഷണം വസ്തു അദ്വിതീയം തന്നിഷ്ഠം കൈവല്യ ഏക പ്രയോജനം. ഒരൊറ്റ പ്രയോജനം എന്താ? കൈവല്യം, മോക്ഷം. മനസ്സ് കേവല വസ്തുവിൽ, ഏക വസ്തുവിൽ അടയ്ക്കുക. കേവലസ്യ ഭാവം എന്നൊക്കെ അതിന് പറയാം. കേവലം വെച്ചാൽ ഒന്ന്, അത് മാത്രമേ ഉള്ളൂ. ഏത്? പരമാത്മ മാത്രം. അതൊന്ന് കൺമറത് നാരായണ പ്രതിമ എന്നുള്ള അനുഭൂതി. സർവം വിഷ്ണുമയം ജഗത്. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും അന്തർബഹിശ്ച ഭൂതാനാം വ്യാപ്യ നാരായണ സ്ഥിത എന്നുള്ള അനുഭവം. വസ്തു അദ്വിതീയം. പല വസ്തുക്കളെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്, അതെ. പക്ഷേ ഈ പല വസ്തുക്കളൊക്കെ എന്താണ്? ഒരേ ഒരു പരമാത്മാവിൻ്റെ തന്നെ ആവിഷ്കാരം. ഒരു സ്വർണം പല ആകൃതിയിലിരിക്കും കണക്കെ. ഈ സ്മരണ, ഈ സ്ഫുരണം നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോഴാണ് ഭേദബുദ്ധി നീങ്ങണത്, രാഗദ്വേഷങ്ങൾ നീങ്ങണത്, മതമത്സരങ്ങൾ നീങ്ങണത്, മനസ്സിൻ്റെ അശാന്തി ഇല്ലാണ്ടാവണം അർത്ഥം. സർവ വേദാന്ത ശാസ്ത്രസാരമാണ്, ഉപനിഷത്സാരമാണ്, വേദസാരമാണ് വേദാന്തമാകുന്ന ഉപനിഷത്തുക്കൾ. അതിൻ്റെ സാരമാണ് ഭാഗവതം. ബ്രഹ്മാത്മേകത്വ ലക്ഷണം. വേദാന്തസാരം എന്താ? ജീവോ ബ്രഹ്മൈവനാവര നേഹനാനാസ്തി കിഞ്ചന. അവിടെ പലതില്ല. ഓരോ ജീവനും ആരാണ്? പരമാത്മസ്വരൂപികളാണ്. അജ്ഞത കൊണ്ടത് അറിയുന്നില്ല. വസ്തു അദ്വിതീയം. പല വസ്തുക്കൾ ഇവിടെ ഇല്ല, ഒരേ ഒരു വസ്തുവേ ഉള്ളൂ. അതാണ് ഭാഗവതത്തിന്റെ അവസാനത്തിൽ, ദ്വാദശസ്കന്ധത്തിന്റെ സമാപനത്തിൽ പറയണു. സർവവേദാന്ത സാരം ഹി ശ്രീഭാഗവതം വിഷയതെന്ന് ഇനിയും ആവർത്തിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല, ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ ജന്മാദി അസ്യ യതഃ എന്നുള്ള ബ്രഹ്മസൂത്രത്തിലെ 2ാമത്തെ സൂത്രം കൊണ്ടാണ്. അപ്പോൾ ഭാഗവതത്തിലും വേദാന്ത ശാസ്ത്രങ്ങൾക്കും തമ്മിൽ സിദ്ധാന്തത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമെന്താ? വേദാർത്ഥത്തെ ലളിതമാക്കി ധരിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ? വേദാർത്ഥത്തെ ഉപബ്രഹ്മണം ചെയ്യലാണ് ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ എന്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക? വേദത്തെക്കുറിച്ച് തന്നെ, വേറെ താല്പര്യത്തെക്കുറിച്ച് തന്നെ. വേദത്തിൽ എന്താ പറഞ്ഞത്? വേദത്തിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയോ? അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതിനെയൊക്കെ അറ്റിക്കുറിച്ച് എസൻസ് എടുത്ത എന്താ? 2 കാര്യം. ഒന്ന് ലക്ഷ്യം, ഒന്ന് ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്ന മാർഗം. ഒന്ന് ലക്ഷ്യമാണ് ആനന്ദം, ശാന്തി, സുഖം, സമാധാനം, ശാശ്വത ശാന്തി അല്ലേ? അതാ പരാം ശാന്തി മുപൈരി സാക്ഷാൽ എന്ന് ഏകാദശത്തില്, നവയോഗി സംവാദത്തില്. അപ്പൊ പരമശാന്തി കിട്ടും. മനസ്സ് ദൃഷ്ട ഏവാത്മൻ ഈശ്വരേ, തന്റെ ആത്മാവായിരിക്കുന്ന ഈശ്വരനിൽ മനസ്സുറച്ചാൽ, മനസ്സ് ലയിച്ചാൽ, ചേർന്നാൽ പരമശാന്തിയായി. ആ പരമശാന്തി തന്നെയാണ് ഭഗവത് പ്രാപ്തി, പരമാത്മപ്രാപ്തി, ഈശ്വര സാക്ഷാത്കാരം, മോക്ഷം എന്നൊക്കെ പറഞ്ഞത്. അത് മരണാനന്തരല്ല, മരിക്കുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കുമ്പോഴായാലേ സാധിക്കൂ എന്നർത്ഥം.
അപ്പോൾ ഇവിടെ ഇതാണ് ലക്ഷ്യം. അതിന് പേര് ശാസ്ത്രീയമായി പറയുകയാണെങ്കിലോ ലക്ഷ്യം ബ്രഹ്മം, മാർഗമോ ധർമ്മം. അപ്പൊ രണ്ട് കാര്യത്തെക്കുറിച്ചേ പറയണുള്ളൂ, ബ്രഹ്മത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചും. ബ്രഹ്മത്തെ തന്നെ ഭാഗവതം പറഞ്ഞിട്ടുണ്ട് നമുക്ക്, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇത് ശബ്ദതയെന്ന്, അല്ലേ? ഒരേ വസ്തുവിനെ തന്നെ ആ ബോധമെന്നും അഖണ്ഡബോധമെന്നും ഭഗവാനെന്നും പരമാത്മാവെന്നും ഈശ്വരനെന്നും ഒക്കെ പല പല പേരിൽ പറയണു. അപ്പൊ അതാണ് ലക്ഷ്യം. അതിന്റെ പേരാണ് ആനന്ദം. എന്താണ് ബ്രഹ്മം? ആനന്ദം ബ്രഹ്മേ ദിവ്യജാനാത്. ആനന്ദമാണ് ഈശ്വരൻ, സച്ചിദാനന്ദ സ്വരൂപനാണ്. നമുക്കറിയാം ഗുരുവായൂരപ്പൻ സച്ചിദാനന്ദ കട്ടയാണ്, അല്ലേ? കട്ടി പിടിച്ച ആനന്ദമാണ് ഭഗവാൻ. ശാശ്വത ആനന്ദമാണ് ഭഗവത് സ്വരൂപം, അല്ലേ? ശാശ്വതമായ ആനന്ദമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ അന്വേഷിക്കുന്നത്. അത് എവിടെ നിന്ന് കിട്ടും? ശാശ്വതമായ വസ്തു എന്ന് കിട്ടും. ശാശ്വത വസ്തു എന്താ? അതാണ് ഭഗവാൻ, പരമാത്മ ഭഗവാൻ. അതിനെവിടെ നമ്മൾ തിരയും? പുറത്താ തിരയണത്, പക്ഷേ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ആ ഈശ്വരൻ ആനന്ദസ്വരൂപൻ ഓരോരുത്തരുടെ ഹൃദയത്തിലും അഹം ആത്മാ ഉദ്ധവ അമീഷാം, എല്ലാവരുടെയും ഉള്ളില് ആത്മതത്വമായി ഞാൻ കുടികൊള്ളുന്നു ഉദ്ധവരെന്ന് ഭഗവാൻ പറയും. അപ്പൊ ഇവിടെ അതാണ് ലക്ഷ്യം നമ്മുടെയൊക്കെ. സിമ്പിളായിട്ട് സാങ്കേതിക വിട്ടാലോ ജീവിതത്തിൽ ദുഃഖ നിവൃത്തിയും ശാശ്വതമായ സമാധാനവും ശാന്തിയും, അല്ലേ? അതെ, അത് നേടാനുള്ള മാർഗം ധർമ്മമാണ് അർത്ഥം. ആ ധർമ്മം എന്താ? ഭാഗവതം പറയും ധർമ്മ പ്രോജിതകൈതവോത്രപരമോ. ഇവിടെ പ്രതിപാദിക്കുന്ന മറ്റുള്ള ധർമ്മങ്ങൾ പോലെയല്ല. മറ്റുള്ള ധർമ്മങ്ങളിലൊക്കെ എന്തെങ്കിലും കിട്ടണം എന്നുള്ളതായ വിചാരമുണ്ട്. ഇവിടെ എന്താ? കപടത, ഫലാഭിസന്ധിയില്ല, യാതൊരു മോഹങ്ങളും ഇല്ല, ഇച്ഛയില്ല. അങ്ങനെയുള്ളതായ ഭക്തിയാണ് ഭാഗവതത്തിൽ പരമധർമ്മമായിട്ട് പ്രതിപാദിക്കുന്ന അർത്ഥം. അപ്പോൾ ഭാഗവതത്തിൻ്റെയും വേദത്തിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെ എന്നർത്ഥം. പിന്നെന്താ വ്യത്യാസം? എവിടെ പിന്നെ വ്യത്യാസം ഭാഗവതവും വേദാന്ത ശാസ്ത്രങ്ങളും തമ്മിൽ? വേദാന്ത ശാസ്ത്രത്തിന്റെ സാരമാണ് ഉപനിഷത്തുകൾ. ആ ഉപനിഷത്തുകളുടെ സാരമാണ്, അഥവാ അതിൻ്റെ സമന്വയ ഗ്രന്ഥമാണ് ബ്രഹ്മസൂത്രം. ബ്രഹ്മസൂത്രം പോലും രചിച്ച വേദവ്യാസ മഹർഷിയല്ലേ ഭാഗവതം നാരദ മഹർഷിയുടെ പ്രേരണയാൽ രചിച്ചത്. അവനെന്താ അതിലും വ്യത്യാസം? ലക്ഷ്യത്തിൽ ഒരു വ്യത്യാസമില്ല. പക്ഷെ വ്യത്യാസം ഉപനിഷത്തുകളിലും ഇതിലും തമ്മിലുള്ള വ്യത്യാസം മാർഗത്തിലാണ്. അവിടെ എന്താ? വേദാന്ത ശാസ്ത്രത്തിൽ ഒരാൾ അധികാരിയായാലേ അയാൾക്ക് അവിടെ പ്രവേശനമുള്ളൂ, അല്ലേ? എൻട്രൻസ് ഒക്കെ പാസ്സായാലാണല്ലോ MBBS പറ്റുള്ളൂ, അല്ലേ? ഇതുമാതിരി ഒരു എൻട്രൻസ് ഉണ്ട്. അതെന്താ? സാധന ചതുഷ്ടയ സമ്പന്നാധികാരിണാം. സാധന ചതുഷ്ടയ സമ്പത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി എന്നർത്ഥം, ഇങ്ങോട്ട് വന്നാൽ മതി എന്നർത്ഥം എന്നാണ് അതിൽ ആദ്യം പറയാം, അല്ലേ? വിവേക വൈരാഗ്യാദികൾ വേദാന്ത ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തുള്ളവർക്കറിയാം, അല്ലേ? എന്നാൽ ഭാഗവതത്തിൽ വന്നപ്പോഴോ ആ ആദ്യത്തെ സൂത്രം അതെടുത്തു കളഞ്ഞു. അധാതോ ബ്രഹ്മജിജ്ഞാസ, അധാതോ എന്നുള്ള എടുത്തു കളഞ്ഞു. രണ്ടാമത്തെ നേരിട്ട. അപ്പൊ എന്താർത്ഥം? എല്ലാവർക്കും പ്രവേശനമുണ്ട് ഇവിടെ. ഭാഗവതത്തിന്റെ മാർഗം ഹൃദയത്തിന്റെ മാർഗമാണെന്നർത്ഥം. അതാണ്. അപ്പോ ബ്രഹ്മസൂത്രം ഒരാൾ പഠിച്ചു, അല്ലെങ്കിൽ ഉപനിഷത്തുകളൊക്കെ പഠിച്ചു, ബുദ്ധി കൊണ്ട് സത്യം ഇന്നതാണ് എന്ന് ബോധ്യായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. വേദവ്യാസ മഹർഷിയുടെ ഭാഗവത രചനയിലൂടെ നമ്മൾ ഗ്രഹിക്കേണ്ടത്. നമ്മളും ഇന്റലക്ച്വലായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അല്ലേ? അപ്പൊ അതില്ല എവിടെ നാനാത്തില്ല സത്യം. പക്ഷേ അതിൻ്റെ ഒരു അനുഭൂതി വരണില്ല, അതിൻ്റെ രസം അനുഭവപ്പെടുന്നില്ല. അപ്പോഴും ബുദ്ധിക്ക് തൃപ്തി വന്നപ്പോഴും മനസ്സ്, ഹൃദയം എന്തിനോ വേണ്ടി ദാഹിക്കുന്നു. ഒരു ഡ്രൈനസ് മനസ്സിന്, അല്ലേ? അതാണ് നമ്മുടെ അകൃതാർത്ഥതയുടെ കാരണം. വേദവ്യാസ മഹർഷി ഈശ്വരാവതാരമാണ്, പരമാത്മസ്വരൂപനാണ്. അദ്ദേഹത്തിന് അകൃതാർത്ഥത കുറവൊന്നുമില്ല. അദ്ദേഹത്തിന്റെ സന്തോഷക്കുറവ് നമ്മുടെയൊക്കെ സന്തോഷക്കുറവിനെ കാണിക്കണതാ, മനസ്സിലായില്ലേ? അദ്ദേഹത്തിനല്ല. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഉണ്ടാവാം എന്നർത്ഥം. അപ്പോഴാണ് പറഞ്ഞത് അച്യുതഭാവവർജിതം നൈഷ്കർമ്മ്യം. ഭഗവത് ഭക്തിയില്ലാത്ത ജ്ഞാനം ഒരാൾക്ക് അനുഭവമില്ല. ഉപനിഷത്ത് പഠിച്ച ജ്ഞാനം പോലും ബുദ്ധിയിലിരിക്കുള്ളൂ എന്നർത്ഥം. പിന്നെ വേണോ കർമ്മത്തിന്റെ കാര്യം? ഈശ്വരനിൽ അർപ്പിക്കാത്ത കർമ്മം വാസനകളെ ക്ഷയിപ്പിച്ച് മനസ്സിനെ ശുദ്ധമാക്കില്ല എന്നർത്ഥം. എന്നിട്ടാണ് നാരദ മഹർഷിയുടെ പ്രേരണ അനുസരിച്ച് ഭാഗവതം അദ്ദേഹം രചിക്കുന്നത്. ഭഗവാന്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കൂ എന്ന് പറഞ്ഞിട്ട് നടത്തും. ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് ഭാഗവതം ഉപദേശിക്കുമ്പോഴും പറയാതാ. 4 ശ്ലോകത്തിൽ ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു, നാരായണ ഭഗവാൻ. പക്ഷെ അതിനെ 3 അധ്യായത്തിൽ നാരദന് ഭഗവാന്റെ അവതാര ലീലകളോടുകൂടിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? യഥാ നൃണാം ഭഗവതി ഭക്തിർഭവതി. ഭഗവാനിൽ ആളുകൾക്ക് ഇത് കേൾക്കുന്നവർക്ക് ഭക്തി എങ്ങനെ ഉണ്ടാവുമോ? ഇത്
സത്യത്തിലേക്ക് അല്ലെങ്കിൽ ശാന്തിയിലേക്കുള്ള ബുദ്ധിയുടെ മാർഗമാണ് ഉപനിഷത്തുകള്, വേദാന്ത ശാസ്ത്രമെങ്കിൽ ഭാഗവതം ഹൃദയത്തിന്റെ മാർഗമാണ്. ഭക്തിയിലൂടെ ഈ അദ്വൈതാനുഭൂതി, ഈ പരമാത്മ സാക്ഷാത്കാരം നേടാനുള്ള മാർഗമാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഭാഗവതത്തിന് ഇത്രയധികം ആസ്വാദ്യതയുണ്ടായെന്നർത്ഥം, ഹൃദ്യതയുണ്ടായെന്നർത്ഥം. സർവർക്കും ഈ ഭാഗവതത്തിലേക്ക് പ്രവേശനമുണ്ട്. ഭക്തി ഉണ്ടായാൽ മറ്റെല്ലാ യോഗ്യതയും സ്വാഭാവികമായി വരും. നമുക്ക് ഭക്തന്മാരുടെ കഥകൾ കേൾക്കുമ്പോൾ കേൾക്കാം അല്ലേ? യഥാർത്ഥ ഭക്തിയിൽ സാധാരണ കാമയമാന നിരോധ രൂപത്വ എന്നാണ് നാരദ മഹർഷി പറയുക. യഥാർത്ഥ ഭക്തിയിൽ ഒരു കാമനകളും ഇല്ല അല്ലേ? ഏറെ ആഗ്രഹങ്ങളുടെയും നിരോധനമാണ്. അത് കാണാം വൃത്രാസുര ഭക്തിയില് ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ എനിക്ക് അപുനർഭവം പോലും വേണ്ട, മോക്ഷം പോലും വേണ്ട, എന്നെ യോഗസിദ്ധീര അപുനർഭവം വാ അല്ലേ? ബ്രഹ്മപദവി, ഇന്ദ്രപദവി, ചക്രവർത്തി പദവി, ഈ ലോകത്തിലുള്ള ധനധാന്യങ്ങൾ, യോഗസിദ്ധികൾ ഒന്നും വേണ്ട, പിന്നെന്താ വേണ്ടത്? അങ്ങേ മാത്രം മതി എന്നർത്ഥം. ഇത് പരമമായ ആ വിരക്തിയുടെ ലക്ഷണമല്ലേ? അപ്പൊ ഭക്തിയിലൂടെ വിരക്തി, ഭക്തിയ വിരക്തിയ ജ്ഞാനേന വിവിച്യ ആത്മനി ചിന്തയെന്നാണ് കപിലോപദേശത്തിലും ഭഗവാൻ പറയും. ഉള്ളിലുള്ള ഭഗവത് സ്വരൂപത്തെ അറിയണമെങ്കിൽ നമ്മുടെ മനസ്സ് അന്തർമുഖമാകണമല്ലോ. അതിനുള്ളതായ മാർഗമാണ് ഭാഗവതം. ഭാഗവതം ഭക്തിക്ക് മുൻതൂക്കം കൊണ്ട്, ഭക്തിയിലൂടെ ജ്ഞാനവൈരാഗ്യങ്ങൾ. മഹാത്മ്യം തന്നെ അവതരിപ്പിച്ചിരിക്കണം എങ്ങനെയാണ്? വൃന്ദാവനത്തില് ദുഃഖിതയായിരിക്കുന്ന ഭക്തി മാതാവ്. പക്ഷെ ആ മാതാവിന്റെ ദുഃഖത്തിന് കാരണം ഭക്തിയില്ലാണ്ടല്ല. പക്ഷെ മക്കള് ജ്ഞാനവൈരാഗ്യങ്ങള് വയസ്സന്മാരും തളർന്ന് ഉറങ്ങിപ്പോയവരായതുകൊണ്ടാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളില് കുറച്ചൊക്കെ ഭക്തിയുണ്ട്, സാമാന്യ ഭക്തിയുണ്ട്. പക്ഷെ എന്തില്ല? ജ്ഞാനവും പരമാത്മജ്ഞാനവും എല്ലാം ഈശ്വരനുള്ള ആ അനുഭവ ജ്ഞാനവും അതില്ലാത്തതിന്റെ ഫലമായിട്ട് വിഷയങ്ങളിൽ ആസക്തിയുമുണ്ട്. ആ ജ്ഞാനം ഉറങ്ങിക്കിടക്കപ്പോൾ ഐരാഗ്യം എന്നുള്ളതിന് പേര് അനാസക്തി എന്നാ. അനാസക്തിയല്ല ഉള്ളത്, ആസക്തിയാണുള്ളത്. അതുകൊണ്ട് എന്തായി? ദുഃഖം പോണില്ല. അങ്ങനെയുള്ള ഒരു അവതരണമാണല്ലോ അവിടെ. എന്നിട്ട് ആ ഭക്തിയുടെ കട്ടം തീർക്കാൻ വേണ്ടി പലതും ചെയ്തു നോക്കി. അപ്പോഴാണ് ആ ശരി ഉണ്ടായത്. സൽക്കർമ്മം ചെയ്യൂ. ആ സൽക്കർമ്മമാണ് സൽക്കർമ്മം ചെയ്താൽ മതി. ആ സൽക്കർമ്മമാണ് ജ്ഞാനയജ്ഞം. അത് ശ്രീമദ് ഭാഗവതം കൊണ്ട് സപ്താഹമായി ചെയ്യുക എന്നൊക്കെ സനകാദി മഹർഷിമാർ പറഞ്ഞു കൊടുക്കും അല്ലേ? അങ്ങനെ ആ ഭക്തിദേവിയുടെ കട്ടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗവത സപ്താഹം സനകാദികളെ കൊണ്ട് നാരദ മഹർഷി നടത്തിയതെന്നാണ് മഹാത്മ്യത്തിൽ നമ്മൾ കാണുന്നത് അല്ലേ? അപ്പം എന്താർത്ഥം? നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉറങ്ങിക്കിടക്കണം ജ്ഞാനവൈരാഗ്യങ്ങളെ തട്ടി ഉണർത്തണമെങ്കിൽ എന്ത് വേണം? ഭാഗവതം ശ്രവിക്കണം എന്നർത്ഥം. ഭാഗവതം കേട്ടാൽ മതി എന്നർത്ഥം. ഭാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനഞ്ചേത ഹൈതുകം. ഭാഗവതം പറയണു, ഭഗവാൻ പാതാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടായാൽ, ഭക്തി ഭഗവാനിൽ ചെയ്താൽ, ഭക്തി തതർപ്പിത അഖിലാചാരത എന്നാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ പ്രത്യേക എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടലുകളോ വൈകാരികമായ പ്രകടനങ്ങളോ സെന്റിമെന്റലിസോ അല്ല. പിന്നെന്താ? എല്ലാ പ്രവൃത്തിയും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാം. തത് വിസ്മരണേ പരമവ്യാകുലത. ഭഗവാന്റെ വിസ്മരണയിൽ മനസ്സ് അല്ലാതെ അസ്വസ്ഥമാകണം. ഭഗവാന്റെ സ്മരണ പോയി വിഷയചിന്ത വരണമല്ലോ എന്ന് സങ്കടപ്പെടുന്ന അർത്ഥം. അപ്പൊ ഭക്തി പ്രയോഗിക്കാൻ വെച്ചാൽ സകല കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിക്കലായി അല്ലേ? ഭാഗവത സേവ, ഭക്തന്മാരുടെ സേവ, ഭഗവൻ നാമജപം, കീർത്തനം, സ്തോത്രം, പൂജ, ഇതൊക്കെ ആ ഭക്തിയുടെ പ്രായോഗികതയിൽ വരും. അതോടൊപ്പം എന്ത് ചെയ്യണം? സകല പ്രവൃത്തിയും ഭഗവത് പൂജ, ഭഗവത് ആരാധന, ഭഗവത് പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള മനോഭാവം നടത്തണം. ഇങ്ങനെ ഭക്തി ആരാണോ ജീവിതത്തിൽ പ്രയോഗിച്ചത് അങ്ങനെയുള്ള ഭക്തന്മാർക്ക് എന്തുണ്ടാവും? ജ്ഞാനവും വൈരാഗ്യവും പ്രയാസം കൂടാതെ ആശു പെട്ടെന്നുണ്ടാവുന്നതാണ്. ഭഗവാനിൽ പ്രേമം വർദ്ധിക്കും തോറും വിഷയങ്ങളോടുള്ള പ്രേമം കുറഞ്ഞു വരും. വിഷയപ്രേമത്തിന് സക്തി എന്നും ഭഗവത് പ്രേമത്തിന് ഭക്തി എന്നും പേര്. ഒന്ന് സക്തിയാണ് ബന്ധിക്കുമെങ്കിൽ, ഒന്ന് ഭക്തിയാണ് നമ്മളെ മോചിപ്പിക്കുന്ന അർത്ഥം. ഒന്ന് ടെൻഷനും വറിയും ദുഃഖവും ക്ലേശം തരുമെങ്കിൽ അത് സക്തി, വിഷയാസക്തി. ഭഗവതിനോടുള്ള സക്തിയോ ഭഗവാനോടുള്ള ഭക്തിയോ അത് നമുക്ക് സ്വാതന്ത്ര്യം, ശാന്തി, സുഖം, സമാധാനം തരുന്ന അർത്ഥം. ഒന്ന് നമ്മളെ കെട്ടുമെങ്കിൽ, സംസാരത്തിൽ കെട്ടിയിടുമെങ്കിൽ, മറ്റത് നമ്മുടെ കെട്ടിനെ അഴിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒന്ന് പ്രേമരൂപ വേണം. സാത്തു അസ്മിൻ പരമപ്രേമമാണ്. മറ്റതോ പരമപ്രേമൊന്നുമല്ല. വിഷയങ്ങളിൽ ഒരിക്കലും ആർക്കും പരമപ്രേമം ഉണ്ടാവാൻ പറ്റില്ല എന്നർത്ഥം. പരമപ്രേമം ആത്മാവായ ഭഗവാനിലേ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഈ ലോകത്തിൽ ആരും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരവരെ അല്ലാതെ ഈ ലോകത്തിൽ ഒരു വസ്തുവിനെ അല്ല. അത് നമുക്കൊക്കെ അറിയാം അല്ലേ? അതെ. അപ്പൊ പരമപ്രേമം എന്നാണ് അവിടെ പറഞ്ഞേക്കണം ഭക്തിക്ക്. അപ്പൊ നോക്കൂ, അപ്പൊ ഈ ഭക്തിയുടെ മഹിമ എന്താ? ആ ഭഗവത് ഭക്തി ചെയ്തുകൊണ്ടേയിരുന്നാൽ നാം അറിയാതെ നമ്മുടെ മനസ്സിൽ വിഷയങ്ങളോടുള്ള ആഭിമുഖ്യം പോകും. അത്രയും അർത്ഥം. ഭഗവാനോടുള്ള ആഭിമുഖ്യം വരുന്തോറും വിഷയങ്ങളോടുള്ള ആഭിമുഖ്യം പോകും. നാം കിഴക്കോട്ട് നടക്കുന്തോറും പടിഞ്ഞാടിനെ വിടൂലേ?
എന്ന കണക്കേ നർത്തം. ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദി അന്തസ്തോ ഹി അഭദ്രാണി വിധുനോരി സുഹൃത് സദാം. ആ ഭഗവാന്റെ ഗുണഗണങ്ങള് മഹിമകള് നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നാൽ എന്താവും? ആ ഭഗവാൻ കാതിലൂടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് അവിടെയുള്ള മനോമാലിന്യങ്ങളെ മുഴുവനും, കരിമാലിന്യങ്ങളെ, വിഷയവാസനകളെ, അതിന്റെ ഫലമായിട്ടുണ്ടായ കാമക്രോധാദികളെ എല്ലാത്തിനെയും ഇല്ലാണ്ടാക്കി തീർക്കും. അപ്പോഴാണ് ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. അപ്പോഴാണ് സാമാന്യ ഭക്തി ഉത്തമ ഭക്തിയായി തീരാം. സാധാരണ തുടക്കത്തിൽ സകാമ ഭക്തിയാണ്, സാധനാഭക്തിയാണ്. അത് നിഷ്കാമഭക്തിയായിട്ട് ഉറയ്ക്കും. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ഭഗവാനിൽ മനസ്സ് ഉറയ്ക്കുന്ന, അല്ലെങ്കിൽ ഭഗവാന്റെ ചിന്തന അനായാസേന സംഭവിക്കുന്ന ആ പ്രേമത്തിലേക്ക് അത് നമ്മളെ നയിക്കും. വാസനകളൊക്കെ നീങ്ങുമ്പോൾ അപ്പം എന്താവും? എന്തുകൊണ്ടാണ് മനസ്സിന്റെ അശുദ്ധി? രജസ്തമോ ഗുണങ്ങളെ കൊണ്ട. തഥാ രജസ്തമോ ഭാവ കാമലോഭാതയശ്ചയേ. ഇതൊക്കെ ഭാഗവതത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ ചോദ്യങ്ങൾ, രണ്ടാമത്തെ അധ്യായത്തിൽ ഉത്തരം. ഭാഗവത സംഗ്രഹം മുഴുവൻ പറഞ്ഞ ആ അധ്യായത്തിൽ പറയും. അപ്പൊ എന്താവും? കാമലോഭാദികൾ എല്ലാം നീങ്ങി മനസ്സിൽ നിന്ന്. ചേത ഏതൈരനാവിധ്വം സ്ഥിതം സത്വേ പ്രസീതി. മനസ്സ് ശുദ്ധമായി, മനസ്സ് ശാന്തമായി, മനസ്സ് പ്രസന്നമായി. ഏവം പ്രസന്ന മനസഃ ഭഗവൽ ഭക്തിയോഗത ഭഗവത് തത്വവിജ്ഞാനം മുക്തസംഗസ്യായതേ. ഇപ്രകാരം ഭഗവത് ഗുണകീർത്തനങ്ങള്, ഭഗവത് സ്മരണ, ഭഗവത് ഭക്തിയുടെ ഫലമായിട്ട് വിഷയവാസനകൾ നീങ്ങുന്തോറും മനസ്സ് ശുദ്ധമാകും തോറും മനസ്സ് ശാന്തമാകും, പ്രസന്നമാകും. അപ്പൊ എന്താവും? മുക്തസംഗനവയള്, എല്ലാത്തിനോടുള്ള സംഘം വിട്ടു. സംഘം മുഴുവൻ ഉപേക്ഷിക്കാതെ സംസാരാഗ്നി കെടൂല എന്നാലേ കേട്ടക്കണേ, അല്ലേ പറയാറ്. അപ്പോ സംഘം മുഴുവൻ പോകും. മുക്തസംഗനായയാള്, അയാളുടെ സംഘം മുഴുവൻ പോയി നൃത്തം. അപ്പോഴെന്താവും? ആ സംഘം വിടുന്നതിന്റെ പേരാണ് വൈരാഗ്യം, അനാസക്തി. പൂർണ്ണ ഡിറ്റാച്ച്മെന്റ് വന്നു. അപ്പൊ എന്താവും? ഭഗവത് തത്വവിജ്ഞാനം ജായതേ. ആദ്യം ബുദ്ധിപരമായി ഉപനിഷത്തുകൾ പഠിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലായത് എന്താ? എല്ലാം ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മം, നിങ്ങളും ബ്രഹ്മം, സകലം സർവം ഖലു ഇതം ബ്രഹ്മം, ഇതെല്ലാം പരമാത്മാവാണ്, നാരായണനാണ്. ഇതൊക്കെ നമുക്കിപ്പോൾ കാണാതെ കുറേ പ്രഭാഷണം നടത്തിയിട്ട് എനിക്കും കേട്ടിട്ട് നിങ്ങൾക്കും കാണാപ്പാതെ അറിയൂലേ? ശരിയല്ലേ? എന്താ ഇപ്പോൾ ഈ പുസ്തകത്തിലൊക്കെ പറഞ്ഞത്? എല്ലാം ഈശ്വരൻ എന്നാണ് പറഞ്ഞേക്കണേ, അല്ലേ? സിമ്പിളായിട്ട് ആർക്കും അറിയില്ലേ? എല്ലാം ഈശ്വരൻ എന്നറിയാതെ അല്ലലെടുക്കാൻ വഴിയില്ലേനും. ഇത് നമുക്കറിയാത്തതല്ലോ. എല്ലാം ഈശ്വരനാണെന്നുള്ളതാണ്. പക്ഷെ അത് നമുക്ക് അനുഭവമാവണ്ടേ? അതാ ചോദ്യം ഇവിടെ. ആ ഫീലിംഗ് വരണ്ടേ? ഓരോരുത്തരെ കാണുന്ന സമയത്ത് നമ്മൾക്ക് ആ ഭഗവത് സാന്നിധ്യം ഫീൽ ചെയ്യണമല്ലോ. അപ്പോഴല്ലേ വെറുപ്പും വിദ്വേഷമൊക്കെ പോവുക. അതെപ്പോഴാണ് വരിക? തത്വജ്ഞാനം കൊണ്ടുപോരാ. ജ്ഞാനം ബുദ്ധിപരമായിട്ടുള്ള അറിവാണ്, ഇന്റലക്ച്വൽ നോളേജാണ്, ഇൻഫോർമേഷനാണ്, ഡാറ്റ കളക്ഷനാണ്. പക്ഷേ അതിൻ്റെ അനുഭൂതി, സാക്ഷാത്കാരം, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്, ട്രാൻസ്ഫോർമേഷൻ. ഇൻഫോർമേഷൻ പോരാ, ട്രാൻസ്ഫോർമേഷൻ ടെക്നോളജി, അത് വരുന്ന അർത്ഥം. അതാണ് ഭക്തിയുടെ മഹിമ. ഭക്തി ഈ ബുദ്ധിപരമായി അറിഞ്ഞ അറിവിനെ അനുഭൂതിയിലേക്ക് നയിക്കും. എങ്ങനെ? ആ വാസനകൾ ക്ഷയിപ്പിച്ച് വിഷയങ്ങളുടെ ആസക്തി നീക്കി മുക്തസംഗനാക്കി തീർത്തിട്ട് നമുക്ക് ആ ഭഗവാന്റെ അനുഭൂതി, വിജ്ഞാനം, സാക്ഷാത്കാരം. അപ്പോൾ എന്താവും? ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ജാസ്യ കർമാണി ദുഷ്ട ഏവാത്മനീശ്വരേ. അപ്പോ നമ്മളിൽ തന്നെയുള്ള ഈശ്വരനെ ദർശിക്കുമ്പോ, അനുഭവിക്കുമ്പോ, സാക്ഷാത്കരിക്കുമ്പോ, മനസ്സാക്ഷിയിൽ വിലയിക്കുമ്പോ, ചേരുമ്പോ എന്തായി? പിന്നെ ഞാനെന്ന ഈ ശരീരാഭിമാന രൂപിയായ പരിമിതമായൊരു വ്യക്തിത്വം, കൊച്ചഹന്ത ഇല്ലാണ്ടായി നത്തം. കുഞ്ഞ് ഞാനില്ലാണ്ടായി, അല്ലേ? ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. ഇപ്പൊ തോന്നണ്ടല്ലോ ഇതിൽ ഞാൻ എൻ്റെ എന്നുള്ള ആ ഒരു സങ്കുചിതമായ വലയം. ആ ഞാൻ എവിടെയായിരിക്കണത്? മനസ്സിലൊരു ചിന്തയല്ലേ ഇത്? ആ മനസ്സോടുകൂടി ആ അഹങ്കാരവും ആ സാക്ഷിയായ പരമാത്മാവിൽ വിലയിച്ചു. അപ്പൊ എന്തായി? ഛിദ്യന്തേ സർവസംശയ. സംശയങ്ങളില്ല. പിന്നെ ഒരു സംശയമില്ല. ഈ സാക്ഷാത്കാരം വരെ സംശയം പൂർണ്ണമായിട്ട് പോവില്ല. അതുമാത്രോ, ഹൃദയഗ്രന്ഥി മുട്ടി അജ്ഞാനം, അതിൻ്റെ ഫലമായിട്ടുണ്ടായ ആഗ്രഹങ്ങളെ കൊണ്ട് ഉണ്ടായ കർമ്മങ്ങൾ, ആ കർമ്മം കൊണ്ടുണ്ടായ വാസനകളെല്ലാം നശിച്ചു. അവിദ്യാ കാമകർമ്മം എന്നാ പറയാം. അതൊക്കെ ഇല്ലാണ്ടായി. ക്ഷീയന്തേജ അസ്യ കർമാണി. പിന്നെയും ജന്മങ്ങൾക്ക് കാരണം വീണ്ടും കർമ്മവാസന ബാക്കിയാവണോണ്ടാണല്ലോ. കുറെ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ ഈ ജീവിതത്തിൽ അനുഭവിക്കാൻ പ്രാരബ്ധം, അതിലൂടെ പുതിയത് ഉണ്ടാക്കുന്നത് ആഗാമി. അതൊക്കെ പഴയ സഞ്ചിതത്തിൽ പോയി ചേരും, പഴയ അക്കൗണ്ടിൽ പോയി ചേരും. അപ്പോൾ പ്രാരബ്ധം കഴിയുമ്പോഴേക്കും പഴയ സഞ്ചിതത്തിൽ നിന്ന് പുതിയ പ്രാരബ്ധം തയ്യാറാവും. ആ ഓരോ പ്രാരബ്ധത്തിലും പുതിയ ആഗാമി ഉണ്ടാക്കിയിട്ട് പുതിയത് കളക്ട് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം എന്തായി? ഇവിടെ സഞ്ചിതവും ആഗാമിയും പ്രാരബ്ധവും ഒറ്റയടിക്ക് തീരണമെങ്കിൽ എന്താ വേണ്ടത്?
ഒറ്റടിക്ക് തീരണമെങ്കിൽ ആർക്കടെ അക്കൗണ്ടിലാണ് ഈ 3 കർമ്മം? മിസ്റ്റർ ജീവന്റെ അക്കൗണ്ടിലാ, അല്ലേ? അഹങ്കാരത്തിന്റെ അക്കൗണ്ടില, നമ്മുടെ അക്കൗണ്ടില. അക്കൗണ്ട് കോടിക്കണക്കിന് പണമൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ മരിച്ചു പോകണം. എവിടെ പോകും പണം? അവർക്ക് അവകാശികളും ഇല്ലെങ്കിൽ ഗവൺമെന്റിലേക്ക് പോകൂലേ? ശരിയല്ലേ? അതിന് അവകാശികളില്ല. അപ്പൊ അഹങ്കാരത്തിന്റെ അക്കൗണ്ടിലുള്ള ഈ 3 കർമ്മങ്ങൾ എവിടെ പോണു? അഹങ്കാരം വെറും ഒരു ആഭാസമായിരുന്നു, ഒരു പ്രതീതിയായിരുന്നു. കണ്ണാടി മുമ്പിലിരിക്കുമ്പോൾ നമ്മൾ മുഖം അതിൽ കാണൂലേ? അപ്പോൾ ഇവിടെ ഒരു മുഖം, ഇവിടെ ഒരു മുഖം, അവിടെ ഒരു മുഖം. ഇതിന് ബിംബമുഖം, അതിന് പ്രതിബിംബമുഖം എന്ന് പറയാം, അല്ലേ? കണ്ണാടി മാറ്റിയാലോ പ്രതിബിംബം എവിടെ പോയി? പ്രതിബിംബമുഖം ഇല്ല. പ്രതിബിംബമുഖം ഇല്ലെങ്കിൽ പിന്നെ ബിംബമുഖം എന്ന് പറയുമോ? പിന്നെ എന്താ ഉണ്ടാവുക? മുഖം മാത്രം ഉണ്ടാവും, അല്ലേ? അപ്പൊ അന്ധക്കരണം എന്ന മനസ്സെന്ന കണ്ണാടി ഉള്ളപ്പോഴാണ് അതില് ആ പരമാത്മാവിന്റെ പ്രതിബിംബം ഉണ്ടായത്. ഞാനെന്ന ജീവഭാവം, അഹങ്കാരം. ആ മനസ്സ് ഭഗവാന്റെ നിരന്തര സ്മരണയാകുന്ന ധ്യാനത്തിൽ വിലയിക്കുമ്പോഴോ, സാക്ഷിയിൽ വിലയിക്കുമ്പോഴോ, സാക്ഷിയായ ആത്മസ്വരൂപനിൽ വിലയിക്കുമ്പോൾ പ്രതിബിംബ മാധ്യമമില്ല, കണ്ണാടിയില്ല. ശരിയോ? അപ്പൊ പിന്നെ പ്രതിബിംബം ഇല്ല, ജീവനില്ല. പിന്നെ ബിംബം ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ ഉള്ളത്? ഒരു വസ്തു, പരമാത്മ മാത്രം. അപ്പൊ പിന്നെ ആര് കർമ്മ അനുഭവിക്കും? അസ്യ കർമാണി ക്ഷീയന്തേ നിഖില കർമ്മബന്ധ വിനിർമുക്ത സ്യാതെന്ന്. സകല കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തനായി തീരും അദ്ദേഹം. അപ്പൊ മാത്രമാണ് ആത്യന്തികമായ മോചനം സംഭവിക്കുന്നത്. ഇതാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിനുള്ള വഴിയാണ്, ഇതിനുള്ള ഹൃദയത്തിന്റെ ഭാഷ. ഭക്തിയിലൂടെ നമ്മെ ഈ അദ്വൈതാനുഭൂതിയിലേക്ക്, ആത്മാനുഭവത്തിലേക്ക്, ഈശ്വരാനുഭവത്തിലേക്ക്, സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന മഹിമേറിയ ഗ്രന്ഥം. ഇനിയും ഭാഗവതത്തിന്റെ മഹിമ എന്താ? ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭാഗവതം ഇത് അമൃതമാണ് നടന്നത്. ഒന്ന് അമൃതത്വത്തിലേക്ക്, മാറ്റമില്ലാത്ത നാശരഹിതമായ സത്യത്തിന്റെ അനുഭൂതിയിലേക്ക് നമ്മളെ നയിക്കും. മറ്റതോ മാർഗത്തിൽ തന്നെ മധുരമാണത്. അതാണ് ഭക്തിയുടെ മഹിമ. മറ്റത് ലക്ഷ്യം നേടിക്കഴിയുമ്പോഴേ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റുള്ളൂ, സാക്ഷാത്കാരത്തിൽ മാത്രം. പക്ഷേ മാർഗത്തിൽ തന്നെ ആനന്ദം. പോണ വഴിക്ക് തന്നെ രസമാണെങ്കിലോ, പല പല കാഴ്ചകളും കണ്ട് പല പല വിനോദങ്ങളും കണ്ട് അങ്ങനെയാണ് നമ്മൾ പോണതെങ്കിലും വഴിയിലും ആനന്ദം. ഇതെന്താ? അമൃതസ്വരൂപനായ ഭഗവാന്റെ, ശ്രീഹരിയുടെ അത്ഭുതകരമായ ലീലകള്, മഹിമകള്, അവതാര കഥകള്, ഭഗവാനെ ഭയിച്ച ഭക്തന്മാരുടെ കഥകള്, അവരുടെ അനുഭൂതികള്. ഇതിലൂടെയല്ലേ പതുക്കെ നമ്മളെ ഭാഗവതം ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോണത്. ഇങ്ങനെ ഓരോ ഭക്തനും ഇവിടെ എത്തി. അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം മുഹുരഹോ രസിക ഭുവി ഭാവുകാഹ എന്ന് ഭാഗവതം ചുമ്മാ പറഞ്ഞതല്ല. അമൃതരസമാണ് ഇതിൽ നിറച്ചു വെച്ചിട്ടുള്ളത്. വേഗമാകുന്ന കൽപ്പവൃക്ഷത്തിൽ മൂത്ത് പഴുത്ത് കാക്ക കൊത്താതെ തത്ത കൊത്ത് കിട്ടിയ കളയാൻ കുരുവില്ലാത്ത, തൊലിയില്ലാത്ത ജ്യൂസ് മാത്രമായിട്ടുള്ള പഴം എന്നാണ് ഭാഗവതനെ വിശേഷിപ്പിച്ചേക്കണ. ഭാഗവതം നേരെ അതാണ് ഈ ഭാഗവതത്തിന്റെ മഹിമാനത്തം. അപ്പോൾ ഓരോ കഥയും അവസാനം അവരെ എത്തിക്കുന്നത് ഭഗവാനിൽ. ഇങ്ങനെ ആ ഭഗവാൻ അനുഭൂതിയിൽ എത്തിച്ചേർന്ന മഹാന്മാരായ ഭക്തന്മാരുടെ കഥകളെ വിവരിച്ചുകൊണ്ട് അതിലൂടെ നമ്മൾ പോകുമ്പോഴോ അത് ആപാദമസ്തകം, അടിമുടി. എന്താണ്? മധുരം, ആനന്ദം, രസം. ഈ ഒരു രസം മറ്റുള്ളതിലില്ലാത്ത രസം, മറ്റു ഗ്രന്ഥങ്ങളിൽ. ഇതാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം. അത് ഭാഗവതം കേട്ടുകൊണ്ടിരുന്ന പരീക്ഷത്ത് പറയണം, നമുക്ക് കേൾക്കാം. 4ാമത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ ഓടിച്ച് കൃഷ്ണാവതാരം പറഞ്ഞു. കൃഷ്ണാവതാരവും കൃഷ്ണന്റെ മധുരാലീല, വൃന്ദാവനില, ദ്വാരകാലീല എല്ലാം കഴിഞ്ഞ് അവസാനം സ്വധാമഗമനവും പറഞ്ഞു നിർത്തി. അയ്യോ, എന്ത് വിചാരിച്ചു? 4 ദിവസമായില്ലേ വിശപ്പ്, ആഹാരം പട്ടിണിയായിട്ടിരിക്കല്ലേ പാവം. ഈ കഥ തിരിച്ചു പോയ ദശമാണ് ഏറ്റവും കൂടുതൽ ഭാഗവതത്തിൽ വിസ്തരിച്ച് 90 അധ്യായം അല്ലേ. പിന്നെ കൃഷ്ണന്റെ കഥ പറയാൻ പോയ ഏകാദശം ഉണ്ടാൻ പറ്റില്ല. ഇതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അതുവരെ ക്ഷമയുണ്ടാവുമോ ഒക്കെ വിചാരിച്ചിട്ട് പരീക്ഷത്ത് അതിനോട് കഥ ചുരുക്കി എന്ന് പരീക്ഷത്തിൽ വിചാരിച്ചു. സ്വാഭാവികമാണല്ലോ. അപ്പൊ പറയാ നൈഷാദി ദുസ്സഹാക്ഷുന്മാം ത്യക്തോതമപി ബാധതേ പിബന്ധം ത്വന്മുഖാംബോരച്യുതം ഹരികഥാമൃതം. അതും അമൃത. ഹരികഥ തന്നെ അമൃത, ഭഗവത് കഥ തന്നെ അമൃത, ഭഗവത് വിഷയം തന്നെ അമൃത. അതാണ് വഴിക്കും മധുരം. ലക്ഷ്യത്തിലെത്തണ്ട, പോണ വഴിക്കൊക്കെ ആസ്വാദനം ഈ ഭാഗവതത്തിനുണ്ട്. അതാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം. അദ്വൈതാനുഭൂതിയിലേക്കാണ് കൊണ്ടുപോകണത്, ആത്മസാക്ഷാത്കാരത്തിലേക്കാണ് കൊണ്ടുപോകണത്, ബ്രഹ്മാനുഭൂതിയിലേക്കാണ് കൊണ്ടുപോകണത്, എല്ലാം ഈശ്വരനാനുഭൂതിയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകണത്, സംശയമൊന്നുമില്ല. പക്ഷേ അതിന്റെ മാർഗത്തിൽ വ്യത്യാസം. ആ മാർഗ വ്യത്യാസം നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നുണ്ടെന്ന് അർത്ഥം. എന്താ? ഭഗവാനോട് പറയുക, ഗുരുനാഥനോട് പറയുക, അങ്ങയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഹരികഥയാകുന്ന അമൃതം എൻ്റെ കാതാകുന്ന കോപ്പയിലൂടെ ഞാൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ
ആ ഭഗവത് കഥ കേൾക്കുന്ന ഞാൻ ഈ ലോകത്തിലൊന്നുമല്ല. എനിക്ക് ഈ ശരീരത്തിന്റെ വിസ്മൃതിയിലാണ്ടിരിക്കുക. ഞാൻ ഏതോ ഒരു ആനന്ദാനുഭൂതിയിലാണ്. എനിക്ക് ഈ ശരീരത്തിന്റെ വിചാരം ഉണ്ടെങ്കിലല്ലേ, ശരീരബോധമുള്ളപ്പോഴല്ലേ വിശപ്പ് ദാഹം ക്ഷീണം അനുഭവപ്പെടുക. ആർക്കെങ്കിലും ഉറങ്ങുമ്പോൾ വിശപ്പോ ദാഹോ ക്ഷീണമുണ്ടോ? ഉണർന്നു കഴിഞ്ഞാലല്ലേ ജാസ്തി ഉറങ്ങുന്നവർക്ക് പോലും ഉണ്ടാവുക. അല്ലാണ്ട് ഉറങ്ങുമ്പോഴില്ലല്ലോ. അപ്പൊ ഭഗവാന്റെ കഥാമൃതം അങ്ങനെ പാനം ചെയ്തുകൊണ്ടിരിക്കണേ, എനിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കണേ എനിക്ക് ശരീരഭാവമില്ല. നോക്കണം, ഭഗവത് കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇതാണ് സ്ഥിതിയെങ്കിൽ ആ ഭഗവത് കഥയുടെ സാഫല്യം എന്താണ്? ആ ഭക്തിയിലൂടെ വിരക്തിയും അതിലൂടെ ആ ജ്ഞാനവും വിജ്ഞാനവും ഉണ്ടായ സ്ഥിതി പറയണോ? ഇതാണ് പരീക്ഷത്തിന് സംഭവിച്ചതല്ലോ. അത് തന്നെ നൈമിഷാരണ്യത്തിലെത്തിയ സൂതനെ നമസ്കരിച്ചുകൊണ്ട് ശൗനകാദി മഹർഷിമാരെന്താ പറഞ്ഞത്? ഭഗവാന്റെ കഥ പറയൂ, ഭഗവത് കഥാരസം വർണ്ണിക്കൂ. എന്താ കാരണം? കേട്ടതല്ലേ നിങ്ങൾ? എത്രയോ മഹർഷിമാര് വലിയ വലിയ ഗുരുനാഥന്മാരാണ്. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? വയന്തുന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യശൃണ്വതാമൃതജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ. ഈ മഹിമ എവിടെയുണ്ട് പറയൂ? സ്വാദു സ്വാദു പദേ പദേ. പദേ പദേ സ്വാദ്, ടിക്കടി, വീണ്ടും വീണ്ടും കേൾക്കുന്തോറും രസം. ഇങ്ങനെ വേറെ എന്തിനാണുള്ളത്? അതാണ് വയന്തന വിതൃപ്യാമ. ആ ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ മഹിമകള് കേട്ടിട്ട് മതി വരില്ലേ? കേൾക്കുമ്പോ ഇനിയും കേൾക്കണം. അതിലേക്ക് ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് അതിലേക്ക് വീണ്ടും 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 അഡിക്ഷൻ എന്ന് പറയും, ഇല്ലേ? അതാ അപകട. ഭഗവാന്റെ വിഷയത്തിലേക്ക്, ഭഗവത് കഥയിലേക്ക് നമുക്കൊരു അഡിക്ഷൻ വന്നാൽ നല്ലതാ. ഭഗവാന്റെ നാമം ജപിക്കാൻ, ഭഗവാന്റെ കഥ കേൾക്കാൻ, ഭഗവാന്റെ കഥ പറയാൻ, അല്ലേ? ആ അഡിക്ഷൻ പോവാൻ ഈ അഡിക്ഷൻ ഉണ്ടായാൽ നല്ലതാ. ഇങ്ങനെയൊക്കെയല്ലേ ഇപ്പൊ പറയാ നമ്മള് അന്നത്തെ മോഡേൺ ടൈമില്. ശരി, ഇതാണ്. അപ്പൊ അസാധാരണ മാധുര്യം ഈ ഭാഗവതത്തിനുണ്ട് എന്നർത്ഥം. എന്താ ആ മാധുര്യത്തിന് കാരണം? ഭഗവാന്റെ അവതാരങ്ങളെയും അവതാര ലീലകളെയും അതിമനോഹരമായി വർണ്ണിക്കണു. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ അല്ലെങ്കിൽ ശ്രോതാക്കളുടെ ഹൃദയത്തില് ഭക്തിഭാവം വളർത്താൻ കഴിയുന്നു ഈ ശ്രീമദ് ഭാഗവത കഥയ്ക്ക് എന്നുള്ളതാണ് ഇതിന്റെ അസാധാരണ മാധുര്യം തന്നെ, മഹിമ തന്നെ എന്നർത്ഥം. ഇനി കർമ്മകാണ്ഡത്തിലും ജ്ഞാനകാണ്ഡത്തിലും വലിയ വലിയ തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കേണ്ട ഓരോന്നിലൂടെയും. പക്ഷേ അതിൻ്റെ മുഴുവൻ സാരം കഥാ ആഖ്യാന രൂപത്തില് നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. ഈ പ്രാചീന പരിഷത്തിന്റെ കഥ നമുക്ക് കർമ്മടത്വത്തിൽ കുടുങ്ങി ആ യാഗങ്ങളിലെയും യജ്ഞങ്ങളുടെയും പരമലക്ഷ്യം എന്തെന്ന് മറന്നുപോയി കർമ്മഠനായി പരമലക്ഷ്യത്തെ മറന്നിരുന്ന ഒരാൾക്ക് കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ആത്മബോധ സഹായങ്ങളായ കഥകളാണ്, അല്ലേ? പുരഞ്ജന്റെ കഥയൊക്കെ ഭാഗവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അവിടെ അങ്ങനെ വേദാർത്ഥത്തെ ഉപബ്രഹ്മണം ചെയ്യുക, വേദാർത്ഥത്തെ വിസ്തരിച്ച് സാധാരണക്കാരന് ലളിതമാക്കി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായ ഉദ്ദേശവും അവിടെ നടക്കുന്നുണ്ട്. എന്താ പറഞ്ഞത് ഭാഗവതം? അധ്യാത്മദീപം അതിതിദൃക്ഷതാം. ഈ സംസാരത്തെ അക്കരെ കിടക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒരു ദീപമാണിത്. ഇരുട്ടത്ത് പോകുന്ന ഒരാൾക്ക് ദാ ഒരു ചൂട്ട് കൈയിട്ടോട്ടോ ഒരു ടോർച്ച് എടുത്തോളൂ കേട്ടോ, ഒരു ടോർച്ച് പോലെയാ, അല്ലേ? അധ്യാത്മദീപം ഭാഗവതം അതാണ് നമുക്ക് ലോകത്തിന് തന്നത്. അജ്ഞാനാന്ധകാരത്തിൽ തപ്പിത്തറയുന്ന ആത്മസ്വരൂപം മറന്ന് ശരീരാഭിമാനത്തിലും വിഷയാസക്തിയിലും കുടുങ്ങി ഭേദബുദ്ധിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ജനങ്ങളൊക്കെ ഇരുട്ടത്താ. അങ്ങനെ നമ്മളോടുള്ള അപാരമായ കരുണയാ ഈ അധ്യാത്മദീപം തന്ന ശുകാചാര്യൻ നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് ശുക നമസ്കരിക്കണമല്ലോ. അവിടെ എന്താ ഈ അധ്യാത്മദീപത്തിന്റെ മഹിമ? ഭാഗവതത്തിന്റെ ദീപം പ്രകാശം തരാനുള്ളതാണ്, അല്ലേ? അധ്യാത്മദീപമാണ് ഭാഗവതെങ്കിൽ ഇതിലെ തിരി എന്താ, ഇതിലെ എണ്ണ എന്താ? ഭാഗവതത്തിലെ ഭക്തി നിറഞ്ഞ ഭഗവാന്റെ അത്ഭുതകരമായ ലീലകള്, കഥകള്, ഇതാണ് അതിൽ തിരി. എന്താ ഇതിൽ പകർന്നിട്ടുള്ള നെയ്യ് അല്ലെങ്കിൽ ഈ എണ്ണ? പരമപ്രേമരൂപമായ ഭക്തി, പ്രേമരസാവഹ ഭക്തി. ഭാഗവതം കേൾപ്പിക്കൂ. പ്രേമരസാവഹ ഭക്തി ഹൃദയം തോറും ആന്തോളനം ചെയ്യുന്നതാണ് ഭാഗവത മഹാത്മ്യത്തിൽ പറഞ്ഞത്, അല്ലേ? വേറെ ഒന്നിനും കഴിവില്ല. എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഭക്തി ഉണ്ടാവുക? മഹാത്മ്യത്തിൽ ചോദിക്കണ്ടല്ലോ. അതെ, അപ്പൊ പറഞ്ഞു പരമപ്രേമരസാവഹമായ ഭക്തിയുടെ ഒരു വേലിയേറ്റം തന്നെ ഉള്ളിലുണ്ടാവും ഈ ഭാഗവതം കേട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. ഭാഗവതന്റെ മഹിമയിൽ നൃത്തം. അതെ, അപ്പൊ ആ പ്രകാശത്തിൽ ഇരുട്ട് നിങ്ങൾ വസ്തുവിനെ ശരിയായി കാണാൻ കഴിയും. അപ്പൊ ഭാഗവതം ഭഗവത് കഥകളാകുന്ന തിരിയിട്ട് ഈ ഭഗവത് പ്രേമമാകുന്ന എണ്ണയൊഴിച്ച് കത്തിച്ചിട്ടുള്ള ഈ വിളക്കിലെ പ്രകാശം ഭഗവത് അനുഭൂതി, സർവവും ഭഗവന്മയം എന്ന ആ തിരിച്ചറിവ്, അതാണ് ശരിയായ ദർശനം. ഇരുട്ട് നീങ്ങുമ്പോൾ ശരിയായ കാഴ്ചപ്പാടുണ്ടാവണം, അല്ലേ?
അതാണ് ജ്ഞാനപ്രകാശം. ഇനി ഭാഗവതത്തിന്റെ മഹിമ എന്താ? ഭാഗവതം ഭഗവാനാന്നാ പറഞ്ഞത് അല്ലേ? ഭഗവാൻ തന്നെയാണ് ഈ ഭാഗവതം. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. പ്രത്യക്ഷ കൃഷ്ണനാണ് ഈ ഭാഗവതം. പ്രത്യക്ഷ പരമാത്മാവാണ് ശ്രീകൃഷ്ണൻ. അപ്പം പ്രത്യക്ഷ ശ്രീകൃഷ്ണനാണ് ഭാഗവതം എന്നാലോ പരമാത്മാവ് തന്നെ ഭാഗവതം. സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ. ഈ ഭാഗവതവും ഭഗവാൻ അഭേദമുണ്ട്, രണ്ടില്ല. അപ്പോഴോ ഭാഗവതം സച്ചിദാനന്ദ സ്വരൂപമാണ്. ആ സച്ചിദാനന്ദത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ്, മാർഗവുമാണ്, ലക്ഷ്യവുമാണെന്നർത്ഥം. ഇങ്ങനെയൊക്കെ ഈ ശ്രീമദ് ഭാഗവതത്തിന് മഹിമയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുക ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണേവഹി സ്വീകൃതോസി മയാനാഥ മുക്തിയർത്ഥം ഭവസാഗരേ. ഭഗവാനെ, ഞാനിതാ ഭാഗവതത്തെ സ്വീകരിച്ചിരിക്കണു, ഭഗവത് സ്വരൂപമായ ഭാഗവതത്തെ. എന്തിന്? ഈ സംസാരത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി. ഭഗവാനെ, ഭാഗവതത്തെ ആശ്രയിക്കുമ്പോൾ നാം ഭഗവാനെ ആശ്രയിക്കുന്നു എന്നർത്ഥം. ഇനി ഭാഗവതം കേട്ട പരീക്ഷത്തിന്റെ സ്ഥിതി എന്തായി? ഇത് കൈവന്നോ? പരീക്ഷത്തിനോട് ചോദിച്ചുല്ലോ, അങ്ങക്ക് മരിക്കുന്ന പേടിയുണ്ടോ? പേടിയില്ല. തക്ഷകൻ അങ്ങനെ ഒന്ന് കടിക്കുന്ന വിചാരമുണ്ടോ? കടി കൊള്ളുന്ന ശരീരത്തെയും കടിക്കാൻ വരെ തക്ഷകനെയും ഈ പ്രപഞ്ചത്തെയും ആത്മാവായി ഈശ്വരന് വേറിട്ട് കാണുന്നുണ്ടോന്നാ ചോദിച്ചത്. ഇല്ലാന്നാ പറഞ്ഞല്ലേ. പരീക്ഷത്ത് 7-ാം ദിവസം പറയണെന്താ? ഓ ധന്യോസ്മി കൃതകൃത്യോസ്മി ഭവതാ കരുണാത്മന. അങ്ങ് എനിക്ക് അഭയപദം കാണിച്ചു തന്നു, നാശരഹിതമായ സത്യത്തെ ബോധിപ്പിച്ചു തന്നു. ഇവിടെ സത്യം ഒന്നേ ഉള്ളൂ എന്നുള്ള അനുഭൂതി എനിക്ക് ഉണ്ടാക്കി തന്നു. തക്ഷകനെയും ഭഗവൻ തക്ഷകാദിഭ്യോ മൃദ്ദിഭ്യോന ബിഭേമി. തക്ഷകനെ തന്നിൽ നിന്ന് കണ്ണാലല്ലേ മരണഭയമുള്ളൂ. ശരീരം ഞാനെന്ന് വിചാരിക്കുമ്പോഴല്ലേ ശരീരനാശത്തിൽ ഞാൻ മരിക്കുന്നുള്ള ഭയം ഉണ്ടാവണത്. ജനന മരണരഹിതമായ ആ ആത്മതത്വത്തെ താനെന്ന് ബോധിച്ചാൽ പിന്നെ എങ്ങനെ ഭയം ഉണ്ടാവും? ആ നിലയിലേക്ക് ഭാഗവതം കൊണ്ടുപോയി. പരീക്ഷത്തിന് അവസാനത്തെ ബ്രഹ്മോപദേശം കൊടുക്കുമ്പോൾ പറഞ്ഞെന്താ? അഹം ബ്രഹ്മ പരംധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷൻ ആത്മാനം ആത്മനി ആധായ നിഷ്കളേന. എന്ത്? ഞാൻ ആ പരമപദമാണ്. ശാസ്ത്രങ്ങളൊക്കെ ഉദ്ഘോഷിക്കുന്ന ആ യത് ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം പദം എന്നൊക്കെ പറഞ്ഞില്ലേ? ആ പരമപദം, ആ പരമാത്മസ്വരൂപം, പരബ്രഹ്മസ്വരൂപം ഞാൻ, ആ പരമപദമായ ബ്രഹ്മൻ ഞാൻ തന്നെ എന്നിങ്ങനെ സ്വന്തം മനസ്സിൽ ഉറപ്പിക്കൂ എന്നാണ് ഗുരുനാഥൻ ഉപേക്ഷിച്ചത്. അങ്ങനെ ബോധിച്ചാലോ ദശന്തം തക്ഷകം, കടിക്കാൻ വരുന്ന തക്ഷകനെയോ പാതേ ലേലിഹാനം വിഷാനനായി. ആ വായ വളർന്ന് കോർവായ കൊണ്ട് അങ്ങേ കൊത്താൻ വരുന്ന തക്ഷകനെയോ രക്ഷ ശരീരം ജ, ഈ കടിക്കപ്പെടുന്ന ശരീരത്തെയോ വിശ്വം ജ, ഈ ലോകത്തെയോ ആത്മനഃ പൃഥക്ക് ന പശ്യതി, ആത്മാവിൽ നിന്ന് വേറിട്ട് കാണില്ല. ഇതായിരുന്നു ഉപദേശം. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന് അനുഭവമുണ്ടായതും അർത്ഥം. ഭാഗവതം ഉപദേശിച്ച എല്ലാ ഗുരുനാഥന്മാരും ഈ അനുഭൂതിയിൽ നിന്നുകൊണ്ടാണ്. കേട്ടവർക്കൊക്കെ ഈ അനുഭൂതി ഉണ്ടായി. ഭാഗവതന്റെ അവസാനത്തിൽ പറയും കസ്മയ്യേന വിഭാസിതോയം അതുലഹ ജ്ഞാനപ്രദീപ. ഈ മഹത്തായ ജ്ഞാനദീപം പുരാ ആദിയിൽ ബ്രഹ്മാവിൻ നാരായണ ഭഗവാൻ ഉപദേശിച്ചു അല്ലേ? ആ പരമാത്മസ്വരൂപിയായ ബ്രഹ്മാവാണ്. ആ സത്യം അനുഭവിച്ച സാക്ഷാത്കരിച്ച ബ്രഹ്മദേവൻ തദ്രൂപേണ നാരദായ, തദ്രൂപേണ എന്ന ഭഗവത് സ്വരൂപിയായ ബ്രഹ്മാവ് നാരദന് ഉപദേശിച്ചു. തദ്രൂപേണ എന്നുള്ളത് ഓരോരുത്തർക്കും ചേരണം. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപം കൈവരിച്ച നാരദൻ വേദവ്യാസന്, ആ വേദവ്യാസൻ ശുഖബ്രഹ്മർഷിക്ക്, ആ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനും അവിടുത്തെ ആ സൂതനും, അദ്ദേഹം നൈമിഷാരത്തിലെ മഹർഷിമാർക്ക്, അവരുടെ ശിഷ്യ പരമ്പരയിലൂടെ നമുക്കും ഇങ്ങനെയാണ് അതിൻ്റെ പോക്ക് അല്ലേ? തശുദ്ധം വിമലം വിശോകമൃതം സത്യം പരം ധീമഹി. എല്ലാ ശോകത്തെയും ഇല്ലാണ്ടാക്കി തീർക്കുന്ന, അമൃതാനുഭവത്തെ തരുന്ന, അമൃതത്വപ്രാപ്തിയിലേക്ക് നയിക്കുന്ന ആ പരമമായ സത്യമാണ് ഭാഗവതത്തിലെ പ്രതിപാദ്യ വിഷയം. വീണ്ടും വ്യത്യാസം, ലക്ഷ്യത്തിൽ വ്യത്യാസമില്ല, മാർഗത്തിലാണ് വ്യത്യാസം. ഒന്ന് ഹൃദയത്തിൻ്റെ ഭാവമാണ്. ഭക്തിയിലൂടെ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാക്കി ആ ജീവനെ ആ അമൃതാനുഭവത്തിലേക്ക്, ശാശ്വത ശാന്തിയിലേക്ക് നയിക്കുകയാകുന്നു ശ്രീമദ് ഭാഗവതന്റെ സമ്പ്രദായം എന്നർത്ഥം. ഇങ്ങനെ ഭഗവത്തിന്റെ മഹിമ ആദ്യത്തെ മഹാത്മ്യത്തിൽ തന്നെ കഥയിലൂടെ പ്രതിപാദിച്ചു. ആ മഹാത്മ്യം ഇപ്പോൾ വായിച്ച് നമ്മൾ കേട്ടൂലേ? ബദരീനാഥത്തുനിന്ന് ഹനകാദി മഹർഷിമാരെ കൂട്ടിയിട്ട് വന്നു ശ്രീനാരദ മഹർഷി ഹരിദ്വാറിലേക്ക്.
ഹരിദ്വാറിൽ വന്ന് ഭാഗവതം നടന്നില്ല. മാഹാത്മ്യം മുഴുവൻ 6 അധ്യായം വായിച്ചിട്ടില്ല. 3 അധ്യായം വായിച്ചപ്പോഴേക്കും വൃന്ദാവനത്തിലുണ്ടായ ഭക്തി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ഉറങ്ങിയ മക്കൾ ഉണർന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗവതം കേൾക്കാൻ തുടങ്ങുമ്പോഴേക്കും ഹൃദയത്തില് ഭക്തി സന്തോഷിക്കണു, അതോടെ മുട്ടിട്ട് വരാൻ തുടങ്ങണു. അതുപോലെ വൈരാഗ്യം എന്ന പുത്രൻ ഉണർന്നു. അവരുടെ വാർദ്ധക്യം പോയി. 3 പേരും നൃത്തം ചെയ്തുകൊണ്ട് ആ സദസ്സിൽ വന്നു എന്നാണ് അല്ലേ? അപ്പൊ ചോദിച്ചു, ഞങ്ങൾക്ക് ജീവിതം തന്നത് അങ്ങാണ്, അതുകൊണ്ട് ഞങ്ങൾ എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് സനകാദികൾ ചോദിച്ചപ്പോൾ ദാ ഇക്കാണായ സുഹൃതികള്, പുണ്യം എത്രയോ ചെയ്തവർക്ക് മാത്രമേ ഭഗവത് കഥാശ്രവണത്തിൽ രതി താല്പര്യം ആഭിമുഖ്യം ഉണ്ടാവുള്ളൂ അത്രയർത്ഥം. അതുകൊണ്ട് പുണ്യാത്മാക്കളായി ഈ സദസ്സിൽ വന്നിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ നീ പുത്രന്മാരോടുകൂടി പ്രവേശിക്കണം, കടന്നിരിക്കണം എന്ന് സനകാദികൾ പറഞ്ഞതിനെ അനുസരിച്ചുകൊണ്ട് ഇന്നും ഭാഗവതം നടക്കുന്നിടത്തൊക്കെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ നൃത്തം ചെയ്യുന്നുണ്ട്. ശ്രോതാക്കളുടെ ഒക്കെ എല്ലാവരെയും മനസ്സിൽ വന്നിരിക്കും നൃത്തം. അതാണ് ഭാഗവതത്തിന്റെ മഹിമ. ഇത് കഥാരൂപത്തിൽ പറയാ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കേൾക്കണം എന്ന് വിചാരിക്കുമ്പോഴേക്കും തന്നെ നമ്മളെ ഭക്തി അനുഗ്രഹിക്കുകയായി. അവിടെ വന്നിരുന്നു കഴിഞ്ഞാലോ നമ്മൾ അറിയാതെ ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടി നമ്മുടെ ഭാഗത്തിൽ പ്രവേശിക്കുക വെച്ചാൽ നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടാവുക ഈ നൃത്തം. വേദവ്യാസ മഹർഷി പലതും രചിച്ചു. ഈ ഭക്തി ഉണ്ടാവാനുള്ള മാർഗം വിസ്തരിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പോരായ്മ എന്ന് പറഞ്ഞുകൂടാ, നമ്മുടെ പോരായ്മ ചൂണ്ടിക്കാണിക്കുക. അദ്ദേഹത്തിന് എന്ത് പോരായ്മ? നമുക്കൊക്കെ ഭവത അനുദിതപ്രായം യശോ ഭഗവതോമലം ഏനൈവാസ ഉനതുഷ്യേതമന്യേ തദ്ദർശനം ഖിലം. ധർമ്മം അർത്ഥം കാമം ഇതൊക്കെ നേടാനുള്ള മാർഗങ്ങൾ വിസ്തരിച്ച് പ്രതിപാദിച്ചു. പക്ഷേ അതിനൊക്കെ പറഞ്ഞ മാതിരി തഥാ വാസുദേവസ്യ മഹിമ അനുവർണിത. ഭഗവാൻ വാസുദേവന്റെ മാഹാത്മ്യത്തെ അങ്ങ് വേണ്ട പോലെ അവിടുത്തെ യശസ്സിനെ വിസ്തരിച്ച് കീർത്തിക്കേണ്ടായില്ല. യാതൊന്നുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കുന്നില്ലയോ ആ ജ്ഞാനം അപൂർണമാണ്. അതുകൊണ്ട് സത്യദർശിയായ വേദവ്യാസ മഹർഷേ, അങ്ങ് നിർമ്മല കീർത്തിയും സത്യനിഷ്ഠനും സച്ചിദാനന്ദ സ്വരൂപനുമായ ആ ഭഗവാന്റെ പാവന ലീലകളെ വർണ്ണിക്കൂ. സമാധിനാനുസ്മരതത് വിജേഷ്ടിതം. അങ്ങ് സമാധിയിലിരുന്ന് ആ ഭഗവാന്റെ മഹിമകളെ കീർത്തിക്കൂ, രചിക്കൂ എന്ന് വേദവ്യാസ മഹർഷിക്ക് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ആ സംവാദത്തിലൂടെ നമുക്ക് പറഞ്ഞു തരണു എന്നർത്ഥം. നമ്മൾ ഈ ലോകത്തിൽ പലതും നേടാനുള്ള വഴികൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചു, ഉദ്യോഗം നേടി, കാശ് സമ്പാദിച്ചു, വീട് വെച്ചു, പലതുണ്ടാക്കി. ധർമാർത്ഥ കാമങ്ങളൊക്കെ അതുകൊണ്ട് നേടാൻ പറ്റണുള്ളൂ അല്ലേ? മോക്ഷം നേടാൻ പറ്റണില്ല. അതിനുള്ള മാർഗം എന്താ? ഭഗവാന്റെ മഹിമ ശ്രവണ കീർത്തനാദികൾ എന്നർത്ഥം. അതുപോലെ മറ്റൊരു മാർഗമില്ല. അത് മാത്രമല്ല, വേദവ്യാസ മഹർഷിക്ക് ബോധ്യം വരാൻ അല്ല, നമുക്ക് ഓരോരുത്തർക്കും ബോധ്യം വരാൻ, ഭാഗവത കഥ കേൾക്കും പറയുന്നു നമുക്ക് ഓരോരുത്തർക്കും ബോധ്യം വരാൻ ഗുരുനാഥൻ തന്നെ, നാരദ മഹർഷി തന്നെ തൻ്റെ അനുഭവ കഥ പറഞ്ഞു അല്ലേ? ഞാനെങ്ങനെ ശ്രീനാരദനായി? ഞാൻ ശ്രീനാരദനായത് ഞാൻ പണ്ടൊരിക്കൽ ഉപഗ്രഹൻ എന്ന് പറയുന്ന ഗന്ധർവനായിരുന്നു. അന്ന് ഞാൻ മഹർഷിമാരുടെ ഇടയിൽ പോയിട്ട് ഹരികഥ നടത്തുന്ന അവരുടെ അടുത്ത് പോയിട്ട് കളിയാക്കി. അതിൻ്റെ ഫലമായിട്ട് എന്നെ ശപിച്ചു ശൂദ്രനാക്കി അല്ലേ? ആ ശൂദ്രന്റെ ജന്മത്തിൽ കുറച്ചു കാലം, ഒരു 4 മാസക്കാലം മഹാന്മാരെ സേവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ഒരു ചാതുർമാസി കാലം മഹാത്മാക്കളെ സേവിച്ച് അവരുടെ മുഖത്തുനിന്ന് ഭഗവാന്റെ കഥകൾ കേട്ടു, ഭഗവൻ നാമം ജപിച്ചു. ആ നിഷ്കപട ബുദ്ധിയോടുകൂടി അവരെ ശുശ്രൂഷിച്ചു. അവരുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഭഗവാനിൽ ഭക്തി ഉണ്ടായി. ഭഗവാൻ മാത്രമാണ് സത്യം, ശാശ്വതെന്ന് എനിക്ക് ബോധ്യമായി. അവർ നിവേദിച്ച് കഴിച്ചതിൻ്റെ ബാക്കിയുള്ളതായ മഹാപ്രസാദത്തെ എനിക്ക് തന്നു. അത് കഴിച്ചതോടുകൂടി എൻ്റെ മനസ്സ് വേഗം ശുദ്ധവുമായി. കുട്ടിക്കളിയിലൊന്നും താല്പര്യമില്ലാണ്ടായി. പിന്നീട് അവർ പോയതിന് ശേഷം കുറച്ചു കാലം അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് വീണ്ടും ഏകാന്തത്തിൽ ഹരിവചനമായും ഭഗവത് സ്മരണയും ധ്യാനവും ജപവും പൂജയായിട്ട് കഴിഞ്ഞു. പിന്നീടോ മാതാവിൻ്റെ മരണത്തിന് ശേഷം തീർത്ഥങ്ങളിലൂടെ സഞ്ചരിച്ച് ആ ഭഗവാന്റെ മഹിമകളൊക്കെ പാടിയും കേട്ടും കീർത്തിച്ചുകൊണ്ടും അങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ ഒരു തീർത്ഥക്കളത്തിലെത്തിയ സമയത്ത്, ഞാൻ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ധ്യായത ചരണാംഭോജം ഭാവനിർജിത ചേതസ, ഞാൻ ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഭക്തി കൊണ്ട് ശുദ്ധമായ എൻ്റെ ഹൃദയത്തിലേക്ക് ഔത്കണ്ഠ്യാശ്രുകലാക്ഷസ്യ ഹൃദ്യാസീന്മേ ശനൈർഹരി, ഗതകണ്ഠനായി രാമാഞ്ചം കൊണ്ട് ആനന്ദക്കണ്ണീരി വിട്ടുകൊണ്ട് ഭഗവാന്റെ സ്മരണയിൽ മുഴുകിയിരുന്ന എൻ്റെ ഹൃദയത്തിൽ മഹാപ്രഭുവിൻ്റെ രൂപം തെളിഞ്ഞു. ആ ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ടിരുന്ന എൻ്റെ മനസ്സ് വെള്ളത്തിൽ ഐസ് ഇട്ട അലിഞ്ഞു പോകണ പോലെ ഭഗവാനിൽ അലിഞ്ഞുപോയി. ആനന്ദ സംബളവേലീന നാവശ്യമുഭയം മുനേ. ആ മഹത്സംഗം കൊണ്ടുണ്ടായ ഭക്തി കൊണ്ട് എനിക്ക് എങ്ങനെയാണ് ആ വിജനമായ ആ തീർത്ഥസ്ഥലത്ത് വെച്ചുണ്ടായ ഒരു അനുഭൂതി, ആദ്യത്തെ ഈശ്വരാനുഭൂതി,
ആനന്ദക്കടലിൽ ഞാനെന്ന വ്യക്തിത്വം അലിഞ്ഞുപോയി, ഞാനില്ലാണ്ടായി ഒരവസ്ഥ. പിന്നെ എന്ത് നടന്നു എനിക്കറിയില്ല. കാരണം മനസ്സ് ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ കാലമുണ്ടോ, ദേശമുണ്ടോ, ദേഹചിന്തയുണ്ടോ, ലോകചിന്തയുണ്ടോ ഒന്നും അറിയില്ലോ. വിശപ്പോ ദാഹോ ക്ഷീണമൊന്നും അറിയില്ലോ. നമുക്കതറിയില്ല. നമുക്ക് ഉറക്കറിയൂലോ. ഉറക്കത്തിൽ ഇതിൻ്റെ വല്ല അനുഭവം ഉണ്ടോ? ഇല്ലല്ലോ. ഇതുപോലെ ഉറക്കത്തിലും ഒരുതരം ആനന്ദമാണ്, ഭഗവാന്റെ ആനന്ദം. പക്ഷെ അജ്ഞാനത്താൽ മൂടിയിരിക്കുന്നു, കരിമ്പടട്ട മാതിരിയാണ്. ഇവിടെ ഭഗവാന്റെ സ്വരൂപത്തെ കണ്ട് 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 മനസ്സങ്ങോട്ട് അലിഞ്ഞു പോയ ആ സമാധിയിലാണ്ട ആ കുട്ടിയുടെ മനസ്സ് ഭഗവാനിൽ ലയിച്ചപ്പോൾ നാവശ്യമുഭയം മുനെ, രണ്ടും കണ്ടില്ല, ഒന്നും കണ്ടില്ല. ഞാൻ എന്നെയും മറന്നു. ഞാൻ എന്നെ ഓർമ്മയുണ്ടെങ്കിലേ ദേഹസ്മരണ ഉണ്ടെങ്കിലേ ലോകസ്മരണ ഉണ്ടാവുള്ളൂ. എന്നെയും മറന്നു, ഈ ലോകത്തെയും മറന്നു. ആ അവസ്ഥ ഉണ്ടായി എന്നാണ്. ഇതാണ് ആ ഭഗവത് ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ വിഷയങ്ങളിലെ ആസക്തി തീർന്നിട്ട് വേഗം മനസ്സ് ആ ഹരിപദത്തിൽ വിലയിക്കും, അല്ലെങ്കിൽ അധ്യാത്മദർശനം ഉണ്ടാകുന്നൊക്കെ ഭാഗവതം പറഞ്ഞു തരുന്നത്. വെറുതെ പറയണല്ല, സ്വാനുഭവമാണ് ഈ ഭാഗവത്തിൽ ഓരോരോ മഹാന്മാരും നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന അർത്ഥം. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു അല്ലേ, വീണ്ടും കാണാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആദ്യത്തെ ഒന്ന് കൊതിപ്പിക്കലായിരുന്നു, പിന്നെ കിട്ടിയില്ല. ഹന്താസ്മിൻ ജന്മനി ഭവാൻ നമാം ദ്രഷ്ടുമിഹാർഹതി അവിപക്വകഷായാണം ദുർദർശ അഹം. ഇതൊക്കെ നമുക്കുള്ള ടീച്ചിങ് ആണ്. മനസ്സിലെ വാസനകൾ പൂർണ്ണമായി ക്ഷമിച്ച് മനസ്സ് അത്യന്തം നിർമ്മലമാവാത്തവർക്ക് ഭഗവത് അനുഭൂതിയിൽ നിഷ്ഠ വരില്ല, ബ്രഹ്മനിഷ്ഠ ഉണ്ടാവില്ല, പ്രജ്ഞ സ്ഥിരമാവില്ല എന്നർത്ഥം. വാസന പ്രക്ഷയോ മോക്ഷ എന്നാണ് ശാസ്ത്രം. വാസനയുടെ ഒരു അണു പോലും ബാക്കിയിട്ടെങ്കിൽ അത് വിഷയചിന്തയായിട്ട് വന്ന് ആ നിഷ്ഠയും തെറ്റിക്കും. വൈകുണ്ഠത്തിന്റെ 7ാമത്തെ വാദക്കെത്തി ജയവിജയന്മാർ കുറക്കാലം നിന്ന്. പക്ഷേ ഒരു വാസന, ദുർവാസന, ദുരഭിമാനത്തിന്റെ രൂപത്തിൽ പൊന്തി വന്നപ്പോഴോ ദാ കിടക്കണു, ശാപം കൊണ്ട് 3 ജന്മം അസുരനാകേണ്ടി വന്നു. നമ്മുടെ ഓരോരുത്തരുടെയും കഥ, നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ ജന്മത്തിൽ നിനക്ക് ഇനി എൻ്റെ ആ അനുഭൂതി കിട്ടില്ല. കാരണം വാസന പൂർണ്ണമായും ക്ഷയിച്ച് മനസ്സ് ശുദ്ധമാകാത്തവർക്ക് സാധിക്കില്ല എന്ന്. എന്ത് മനോഹരമായ ശാസ്ത്രീയമായ ഒരു ടീച്ചിങ്ങാ പഠിപ്പിക്കില്ല എന്നാലോചിച്ച് നോക്കൂ. കഥാരൂപത്തിലെ കാര്യങ്ങളൊക്കെ പറയണത്, പക്ഷെ അത് മുഴുവൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പടിപടിയായി നാം ആർജിക്കേണ്ട സംശുദ്ധിയെക്കുറിച്ചല്ലേ പ്രതിപാദിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ നാരദനുണ്ടായി ഈശ്വരാനുഭൂതി ഉണ്ടാകുക എന്ന് പറയല്ലേ. പിന്നീട് എന്താ വാസന ക്ഷയിക്കാനുള്ള മാർഗം, അതും അദ്ദേഹം കാണിച്ചു തന്നു അല്ലേ. നാമാന്യനന്ദസ്യ ഹതത്രവപ്പടന് ഗുഹ്യാനി ഭദ്രാണി കൃതാനി ച സ്മരന് ഗാം പര്യടൻ തുഷ്ടമനാ ഗതസ്പൃഹ കാലം പ്രതീക്ഷൻ വിമതോ വിമത്സര. ഗതസ്പൃഹ, ഒന്നിലും സ്പൃഹയില്ലാണ്ടായി, കൊതിയില്ലാണ്ടായി, മോഹമില്ലാണ്ടായി, ആസക്തിയില്ലാണ്ടായി, താല്പര്യമില്ലാണ്ടായി. ലജ്ജ കൂടാതെ നാണം വിട്ട് ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചത്തിൽ പാടിക്കൊണ്ട് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ ലീലകളെ മനസ്സിലിങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മുഴുവൻ തീർത്ഥാടനം കഴിച്ചുകൊണ്ട് കാലം കൂട്ടി നിർത്തും. എങ്ങനെ കഴിഞ്ഞു? ആനന്ദമായിട്ട് കഴിഞ്ഞു. തുഷ്ടമന, ആനന്ദത്തോടെ ജീവിതം പിന്നീട് ഉണ്ടായിരുന്നത്, കഷ്ടണ്ടായിട്ടല്ല. അതോടെയോ മനസ്സിൽ നിന്നെല്ലാം പോയി. വിമതഃ വിമത്സരഃ, മതം, മാത്സര്യം, കാമം, ക്രോധം ഇത്യാദി, ഇതൊക്കെയാണ് മനസ്സിന്റെ മാലിന്യം. ഇതെല്ലാം നീങ്ങിപ്പോയി, മനസ്സ് ശുദ്ധമായി. ഈ ദേഹനാശത്തെ കാത്തുകൊണ്ടിരുന്നു നാം. മരണത്തെ ഭയം ഉണ്ടായില്ല എന്നർത്ഥം. അപ്പോഴേക്ക് തന്നെ മരണഭയം ഇല്ലാണ്ടായി. നോക്കൂ, അങ്ങനെയാണ് ആ ശരീരം വിട്ട് ബ്രഹ്മപുത്രനായ നാരദനായി പറഞ്ഞത്. അപ്പോഴോ ആഹൂത ഇവമേ ശീഘ്രം ന, ഭഗവാൻ കൊടുത്ത വീണയിൽ ആ ഭഗവത് മഹിമകളും പാടിക്കൊണ്ട് ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോ മൂർച്ഛയിത്വ ഹരികഥാം ഗായമാനശ്ചരാമി, ഹരികഥ പാടിക്കൊണ്ട് ഇങ്ങനെ ലോകത്തിൽ ഇപ്പോഴും തീർത്ഥാടനം തന്നെയാ അല്ലേ. അപ്പൊ എന്താ, ഭഗവാനെ ഹരേ കൃഷ്ണ മാധവ നാരായണ എന്ന് വിളിക്കുമ്പോഴേക്കും ഭഗവാൻ ഓടിയോടിയൊന്ന് ദർശനം തരണു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഭഗവാന്റെ ദർശനത്തിന് മുറിവില്ല എന്നർത്ഥം. എപ്പോഴും ഭഗവത് ദർശനമാണ്. ഈ നിലയിലേക്ക് ഉയർന്നു എന്നർത്ഥം. ഇതാണ് ഭാഗവതം നമ്മളെ എത്തിക്കുന്നത്. ഭാഗവത് നമ്മളെ ഈ ഒരു അനുഭൂതിയിലേക്കാണ് എത്തിക്കുന്നത് എന്നർത്ഥം. അവസാനമായി വേദവ്യാസ മഹർഷിക്ക് അവിടുന്ന് കൊടുത്ത ഉപദേശം, അഥവാ വ്യാസ മഹർഷിക്ക് കൊടുത്ത ഉപദേശത്തിലൂടെ നമുക്ക് തരുന്ന ഉപദേശം എന്താ? ശ്രീനാരദൻ സ്വാനുഭൂതിയിലൂടെ പറഞ്ഞിരുന്നത് ഏതത് ഹി ആതുരചിത്താനാം മാത്രാസ്പർശേച്ഛയാമുഹു ഭവസിന്ധുപ്ലവോ ദൃഷ്ട ഹരിചര്യാനുവർണ്ണനം. ഏതത് ഹി, ഇതൊന്ന് മാത്രമാണ്. മാത്രാസ്പർശേച്ഛയ, മാത്രച്ച ഇന്ദ്രിയങ്ങൾ, സ്പർശിച്ച വിഷയങ്ങൾ. ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങൾ കാണലും കേൾക്കലും അനുഭവിക്കലും തന്നെയാണല്ലോ ജീവിതം. ഇങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളുടെ പുറകെ ഓടി നടന്ന് ഭോഗലാലസമായ ജീവിതം നയിച്ച് മനസ്സ് കേടുവരുത്തിയ ആൾക്കാരുടെ മനസ്സിനെ നേരെയാക്കാൻ, നന്നാക്കാൻ, ശുദ്ധാക്കാൻ എന്താ വഴി? ഹരിചര്യാനുവർണ്ണനം, ഭഗവത് ലീലകളുടെ ശ്രവണ, കീർത്തന, സ്മരണ
അതിനല്ലാതെ വേറൊന്നിനും കഴിയില്ല അത്രേ. സ്വാനുഭവ കഥനമാണ്, നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മിപ്പിച്ചു തരിക. ഇതുകൊണ്ട് മാത്രമേ ഭവസിന്ധുപ്ലവ, ഈ സംസാരം കടക്കാൻ നമുക്ക് സാധിക്കൂ. അതിനുള്ള ഉത്തമ തോണിയാണ്, കപ്പലാണ് ഭാഗവതം. എന്നാൽ വേറെ അനേകം മാർഗങ്ങളുണ്ടല്ലോ, യമം നിയമം അങ്ങനെയുള്ള പല പല സമ്പ്രദായങ്ങളുണ്ടല്ലോ. എടുത്തു പറഞ്ഞു, യമാതിപിർ യോഗപതൈഹി കാമലോഭഹതോ മുഹുഹു മുകുന്ദ സേവയാ യദ്ദു തഥാ ആത്മാർത്ഥ ന ശാമ്യതി. അല്ലേ? എന്തൊക്കെ സാധനാനുഷ്ഠാനങ്ങൾ ഇവിടെയുണ്ട്, പല പല സമ്പ്രദായങ്ങളുണ്ട്. യമാദികള്, നിയമാദികള്, പ്രാണായാമാദികള്. ഇതുകൊണ്ടൊക്കെ സ്ഥൂലമായ ശ്വാസനെ കുറച്ച് നശിപ്പിക്കാൻ കഴിയായിരിക്കും, മനസ്സിനെ കുറച്ച് നേരത്തേക്ക് ശാന്തമാക്കാൻ, കയറ്റം ചെയ്യാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഈ കാമക്രോധ ലോപമോഹമത മത്സര്യാദികളെ കൊണ്ട് ദുഷിച്ചിരിക്കുന്ന അന്ധക്കരണത്തെ, ചിത്തത്തെ, മനസ്സിനെ ശുദ്ധീകരിക്കാൻ, ഉള്ളിൻ്റെ ഉള്ളിലുള്ള വാസനകളെ കളയാൻ മുകുന്ദസേവയായത് ഭഗവത്പാദ ഭക്തി കൊണ്ട്, ഭഗവത് ഭജനം കൊണ്ട്, ഭഗവത് ആശ്രയം കൊണ്ട്, ഭഗവത് സേവ കൊണ്ട് സാധിക്കുന്ന മാതിരി മറ്റൊന്നുകൊണ്ടും സാധിക്കില്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത്. ഇതും പറഞ്ഞുകൊണ്ട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പണ്ട് അച്ഛൻ്റെ അടുത്ത് പോയി കലിയെ സന്തരണം ചെയ്യാൻ എന്താണ് അച്ഛ ഉപായെന്ന് ബ്രഹ്മാവിൻ്റെ അടുത്ത് ബ്രഹ്മപുത്രനായ നാരദൻ ചോദിച്ചു. അപ്പോൾ ഉപദേശിച്ച മന്ത്രാണത്, കലിസന്തരണ ഉപനിഷത്ത്. അത് പാടിക്കൊണ്ട് ഗായമാനശ്ചരാമിഹം. അപ്പൊ എന്താ അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് കണ്ടിട്ട് വ്യാസന് തോന്നിയത്? നോക്കൂ, അഹോ ദേവർഷി ധന്യോയം, ജീവിതം ധന്യമാക്കണമെന്ന് മോഹമുള്ളവരൊക്കെ ഈ ദേവർഷിയെ നോക്കൂ എന്നാണ് വേദവ്യാസ മഹർഷിയെ പറഞ്ഞത്. ഈ ദേവർഷി നാരദരല്ലേ ധന്യൻ, ജീവിതം ധന്യമാക്കിയത്? അഹം ധന്യാൻ മന്യേ സമധികര സർവാഭിലഷിതാന്ന് മേൽപ്പത്തൂരും പറഞ്ഞു അല്ലേ ഗുരുവായൂരപ്പനോട്. എങ്ങനെയാ? ഭഗവാന്റെ ഗുണഗണങ്ങള് പാടിക്കൊണ്ടും കേട്ടുകൊണ്ടും കീർത്തിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും പഠന്തോ നാമാനി, ഭഗവാന്റെ ഗുണഗണങ്ങൾ പാടിക്കൊണ്ട്, ഗുണഗണങ്ങളെ കീർത്തിച്ചുകൊണ്ട്, സ്മരിച്ചുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട്, ചലന്തോ യേ ഭക്താഹ ഖലു ത്വയി രമന്തേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധികര സർവാഭിലഷിതാൻ. അതുള്ളവരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്, അറിയില്ലാത്തവർക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ് അല്ലേ? അവരാണ് ധന്യൻ. ധന്യതയ്ക്കുള്ള മാർഗം ഇതൊന്ന് മാത്രമാണ് അത്രയും അർത്ഥം. ഓ, ഭഗവാന്റെ ഗുണഗണങ്ങളിൽ മഹിമയിൽ മനസ്സിനെ ആഴ്ത്തുക. ഗായൻ മാദ്യൻ നിതാം തന്ത്രിയ രമയതി ആതുരം ജഗത്. ഈ ദേവർഷിയാണ് ധന്യൻ. കാരണം എപ്പോഴും ശ്രീഹരിയുടെ ഗുണഗണങ്ങൾ കീർത്തിച്ചുകൊണ്ട്, അതിൽ മുഴുകിക്കൊണ്ട്, പരമാനന്ദ ലഹരിയിൽ ആറാടിക്കൊണ്ട്, ക്ലേശിക്കുന്ന ജനങ്ങളെയും അതിലേക്ക് എത്തിക്കാൻ വേണ്ടി സഞ്ചരിക്കുക അല്ലേ? അപ്പോൾ ഭരതമഹർഷി ഓടിച്ചെല്ലുന്നു ഇങ്ങനെയുള്ളവർക്കൊക്കെ. വിഷയസേവ കൊണ്ട് മനസ്സ് കേടുവന്ന് അശാന്തി നിറഞ്ഞ ലോകത്തിന് ശാന്തിയുടെ, സമാധാനത്തിന്റെ സന്ദേശവാഹകനായിട്ട് നടക്കുകയാണ് നാരദൻ. നാരദനാണല്ലോ അപ്പോൾ വേദവ്യാസ മഹർഷിയെ കൊണ്ട് ഭാഗവതം രചിപ്പിച്ചത്. അപ്പോൾ നമുക്ക് പറയാം, ഈ വേദവ്യാസ മഹർഷി എഴുതിയ വേദത്തിൻ്റെ അല്ലെങ്കിൽ വേദാർത്ഥത്തെ, അല്ലെങ്കിൽ ആ പരബ്രഹ്മത്തെ പ്രാപിക്കാനുള്ള മാർഗത്തെ പ്രതിപാദിച്ചു ബ്രഹ്മസൂത്രത്തിൽ. ആ ബ്രഹ്മസൂത്രത്തിൻ്റെ നാരദ മഹർഷിയുടെ സ്വാധീനം നല്ലോണം നമുക്ക് കാണാം. നാരദ ഭക്തിസൂത്രത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണെന്ന് നമുക്ക് ഭാഗവത്തെ കാണാം. ഭാഗവതത്തിലെ ഓരോരോ സന്ദർഭങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ ഈ ആശയം നാരദ ഭക്തിസൂത്രത്തിൽ നാരദ മഹർഷി പറഞ്ഞ് നമുക്ക് കാണാം. അങ്ങനെ നാരദ മഹർഷിയുടെ സ്വാധീനം കൊണ്ട് ആ ഭക്തിസൂത്രത്തിനെ അവലംബിച്ചുകൊണ്ടുള്ള ബ്രഹ്മസൂത്ര വ്യാഖ്യാനമായിട്ട് നമുക്ക് ഭാഗവത്തെ കാണാൻ പറ്റാം. എന്തുണ്ട് അവിടെ? നാരദഭക്തിയുണ്ട് ഇവിടെ. നാരദഭക്തി എല്ലാവർക്കും കലികാലത്തിൽ എല്ലാവർക്കും പിന്തുടരാൻ പറ്റണമെന്നർത്ഥം. എന്നിട്ട് പറയണു ഈ ഭാഗവത്തിന്റെ മഹിമ, ആ ഭക്തി മഹിമ. യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുൽപദ്യതേ പുംസഃ ശോകമോഹ ഭയാവഹ. എന്താ ഭാഗവതത്തിന്റെ സവിശേഷത? ഓ, ഈ ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ മഹിമ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, കേൾക്കുമ്പോൾ തന്നെ ഓ ഭക്തിരുൽപദ്യതേ, പരമപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തിയെ ഉണ്ടാക്കി തീർക്കും. ആ ഭക്തി ഉണ്ടായാൽ മതിയോ മുക്തി സാധിക്കുമോ? അജ്ഞാനം കൊണ്ടാണ് ബന്ധമെന്നും ജ്ഞാനം കൊണ്ടാണ് മുക്തി എന്നും അല്ലേ? ജ്ഞാനാദേവത കൈവല്യം എന്നൊക്കെയാണല്ലോ ശാസ്ത്ര സിദ്ധാന്തം. അപ്പോൾ പിന്നെ എങ്ങനെ ഭക്തി ഉണ്ടായാൽ അങ്ങനെ മുക്തി സാധിക്കും? ആ ഭക്തിരുൽപദ്യതേ പുംസാം, ആ പരമമായ ഭക്തി ഹൃദയത്തിലുണ്ടാകുമ്പോഴോ ആ ഭക്തിയിൽ മനസ്സ് ഭഗവാനിൽ ലയിച്ചു പോകും. അവിടെ അദ്വൈതാനുഭവം തന്നെ രണ്ടില്ല. നാരദന് ഭക്തിയിൽ മനസ്സ് ഭഗവാനിൽ ലയിച്ചപ്പോൾ ഉണ്ടായത് എന്താ? സമാധി അനുഭവം. അതിന്റെ ഫലമായിട്ട് ശോക മോഹ ഭയ അപഹ, എല്ലാവരും നീക്കാൻ ആഗ്രഹിക്കുന്ന ദുഃഖ, ശോകം, ആർക്കും വേണ്ട ദുഃഖം. അതിന് കാരണം എന്താ? മോഹമാണ്, തെറ്റിദ്ധാരണ, അജ്ഞാനമാണ്.
ശരീരം ഞാനെന്ന വിചാരമാണ്. അതിൻ്റെ ഫലമായിട്ടോ ഭയം, ശരീരനാശത്തിൽ ഞാൻ മരിക്കുമല്ലോ എന്നുള്ള ഭയം, മരണപ്പേടി അല്ലേ, ചാവാൻ പേടി. അപ്പം മോഹം ഇല്ലാണ്ടായാൽ ഭയവും ശോകവും ഇല്ലാണ്ടാവും. പിന്നെ ശേഷിക്കണം എന്താ? ആനന്ദം, ആത്മസ്വരൂപമായ ആനന്ദം മാത്രം. അതാണ് ഭാഗവതം നമുക്ക് തരിക. യസ്യാം വൈശ്രൂയമാണായം. ഈ ഭാഗവതത്തിന്റെ മഹിമയെ, ഭാഗവതം കേട്ടാൽ മതി നിങ്ങൾ. അത് കേട്ടുകൊണ്ടേയിരുന്നാൽ മനുഷ്യന്റെ അജ്ഞാനത്തെ ഇല്ലാണ്ടാക്കി അജ്ഞാനം ഹേതുവായിട്ടുണ്ടായ അജ്ഞാന ഹേതുകൃത മോഹ മഹാ അന്ധകാരനാശം വിധായ തഥാ ഉദയതേ വിവേക എന്ന് മഹാത്മ്യം. അജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കിയിട്ട് അതിൻ്റെ ഫലമായിട്ടുണ്ടായ ശോകമോഹാദികളൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് ഭയത്തൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് ശാശ്വത ശാന്തിയെ, ആനന്ദത്തെ തരണു. ഇനി അതിൻ്റെ മഹിമ വീണ്ടും സസംഹിതാം ഭാഗവതീം കൃത്വ അനുക്രമ്യജാത്മജം ശുഖമധ്യാപയാമാസ നിവർത്തിനിരതം മുനി. എന്തിനാ ഈ ശുഖബ്രഹ്മർഷിയെ പഠിപ്പിച്ചത്? ശുഖബ്രഹ്മർഷിക്ക് ഭാഗവതത്തിന്റെ ആവശ്യമുണ്ടോ? മുക്തനാവാനല്ലേ അധ്യാത്മശാസ്ത്രം പഠിക്കേണ്ടത്? അധ്യാത്മശാസ്ത്രങ്ങളുടെ പഠനത്തിനാ അജ്ഞാനത്തിൽ നിന്ന് ബന്ധത്തിന് മുക്തി നേടാൻ. മുക്തനായ ആൾക്ക് അദ്ദേഹത്തിന് നിവൃത്തിനിരതനാണ് അല്ലേ. അങ്ങനെയുള്ള ശുഖനെയാണ് ഇത് പഠിപ്പിച്ചത്. എന്ന് പറയുന്നത് അർത്ഥം, മോക്ഷാവസ്ഥയിൽ പോലും ത്യാജ്യമല്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് ശ്രീമദ് ഭാഗവതമാണ്. സർവവേദാന്ത സാരമായ ഭാഗവതം. ഭക്തിയിലൂടെ ആ സത്യാനുഭൂതിയിലേക്ക് നമ്മെ നയിക്കുന്ന ഭാഗവതം. മറ്റു ഗ്രന്ഥങ്ങളെ മാതിരിയല്ല. ജന്മനാ മുക്തനായ ശീശുക ബ്രഹ്മർഷിയാണ് ഈ ഭാഗവതത്തിന്റെ പ്രചാരകൻ. എന്നാലോചിച്ച് നോക്കൂ. ആത്മാരാമശ്ചമുനയ നിർഗ്രന്ഥ അപി ഉരുക്രമേ കുറുവന്തി അഹൈതുകീം ഭക്തിയും ഇത്തം ഭൂതഗുണോ ഹരി. ഭഗവാന്റെ മഹിമയുടെ മഹിമ എന്താ? അഥവാ ഭാഗവത്തിന്റെ മഹിമ തന്നെ ഭഗവാന്റെ മഹിമ. ആത്മാരാമന്മാരായ ആളുകള്, അജ്ഞാനം നശിച്ച ആൾക്കാര്, കർമ്മവാസനകളിൽ ഒടുങ്ങിയ ആൾക്കാര്, അങ്ങനെയുള്ളവർ പോലും ഭഗവാന്റെ പദാരവിന്ദ ഭക്തി ചെയ്യുന്നു. അർത്ഥഗുണഗണങ്ങളെ പാടുന്നു, കേൾക്കുന്നു, കീർത്തിക്കുന്നു. ശ്രീശുക ബ്രഹ്മർഷിയെ പോലുള്ള പരമഹംസന്മാരെ പോലും ആകർഷിക്കാനുള്ള കഴിവ്, മഹിമ ഈ ഭാഗവത്തിനുണ്ട്. ഇതാണ് ശുകമഹർഷിയുടെ ഭാഗവത ആചാര്യത. അദ്ദേഹനെ ഇത് പഠിപ്പിച്ചു, പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ അർത്ഥം. ശുകബ്രഹ്മർഷി പറയുന്നുണ്ട്, അതീതവാൻ ദ്വാപരാദവും, ദ്വാപരത്തിന്റെ ആദിയില് അച്ഛനെഴുതിയ ആ ഭാഗവതം ഗൃഹീത ചേത രാജർഷേ. പരീക്ഷത്തെ എനിക്ക് നിയന്ത്രിക്കാനാവില്ല. കാന്തം ഇരുമ്പിനെ പിടിച്ച് വലിക്കും പോലെ ആ ഹരി ഗുണങ്ങൾ എൻ്റെ ഹൃദയത്തെ പിടിച്ചു വലിച്ചു. നിർഗുണ ബ്രഹ്മനിഷ്ഠ നിർവികൽപ്പ സമാധിയിൽ ആണ്ടിരിക്കുന്ന ആളാണ് ആര്? ശുകാചാര്യര്. ആ ശുഗര് പറയാ, അങ്ങോട്ടും പേടിക്കണ്ട, ഞാൻ അച്ഛനിൽ നിന്ന് പഠിച്ച ആ ഭാഗവതം അങ്ങക്ക് പഠിച്ചു തരാം. അങ്ങക്ക് സപ്താഹം ജീവിതാവധി 7 ദിവസം ഉണ്ടല്ലോ, ഇത്ര ധാരാളം മതിയെന്ന്. ഭാഗവത്തിന്റെ മഹിമ സ്വന്തം അനുഭൂതിയിലൂടെ ശുകാചാര്യം പറയാ. ഗൃഹീത ചേതാ രാജർഷേന്ന, പിടിച്ചു വലിച്ചു എന്നാ പറഞ്ഞേ ഹരി എൻ്റെ മനസ്സിനെ. അതാണ് ഭാഗവത്തിന്റെ മാഹാത്മ്യം എന്നർത്ഥം. ഇനിയും ഭാഗവതം പറയണു, ഭാഗവതത്തിന്റെ മഹിമ നഹ്യതോന്യ ശിവപന്ഥ വിശദ സംസൃതാവിഹ വാസുദേവേ ഭഗവതി ഭക്തിയോഗോ യതോ ഭവേത്. ഈ സംസാരത്തിൽ പലതരത്തിലുള്ള കഷ്ടങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മനോവേദനകളും അനുഭവിച്ചുകൊണ്ടല്ലേ നമ്മളിരിക്കുന്നത്. അവർക്ക് ഇതിനെയൊക്കെ അതിവർത്തിക്കാൻ, ഇതില്ലാണ്ടാക്കാൻ ഈ ഭാഗവതത്തെക്കാൾ നല്ലൊരു മാർഗല്യ. എന്താ? ഈ ഭാഗവതം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വാസുദേവേ ഭഗവതി ഭക്തിയോഗ ഭവേത്, ഭഗവത് പാദാരവിന്ദങ്ങളിൽ ദൃഢമായ ഭക്തി ഉണ്ടായിത്തീരും. ഭക്തി ഉണ്ടായാൽ ഭഗവാനിൽ മനസ്സുറയ്ക്കും. ഭഗവാനെ സ്മരിക്കുമ്പോൾ മനസ്സ് ഭഗവാനിൽ ഉറയ്ക്കും. തസ്യ സ്മൃതി തസ്യ ദൃഢൈവ നിഷ്ഠ എന്ന് രമണ മഹർഷി. ഭഗവാനിൽ മനസ്സുറപ്പിക്കുക എന്ന് പറയുന്നത്, ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നവന്റെ മനസ്സ് ഭഗവാനിൽ ഉറയ്ക്കും. വിഷയാൻ ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്യതേ മാമനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവലിയതേന്ന് അവിടുന്ന് പറയും ഉപദേശത്തിൽ ഏകാശില്. വിഷയങ്ങളെ നനച്ചുകൊണ്ടിരുന്ന മനസ്സ് അതിലുറയ്ക്കും, എന്നെ നനച്ചുകൊണ്ടിരുന്ന എന്നിലുറയ്ക്കും മനസ്സ്. ഇവിടെ ഉറപ്പിക്കല് കാലം ഉറപ്പിക്കണ മാതിരിയല്ല, സ്മരണയാണ്. തസ്യ സ്മൃതി തസ്യ ദൃഢൈവ നിഷ്ഠ, അവനിലുള്ള നിഷ്ഠ, ദൃഢനിഷ്ഠ ഉറയ്ക്കൽ എന്ന് പറഞ്ഞാൽ അവന്റെ സ്മരണ തന്നെ. അതിന് ഭാഗവതം പോലെ നമ്മളെ എപ്പോഴും ഭഗവാനെ സ്മരിപ്പിക്കുന്ന ഒരു ഗന്ധമെന്തുണ്ട്? ഇനി ഭാഗവതത്തിൽ വീണ്ടും വീണ്ടും പറയണു, ആ ഭക്തി ഇല്ലാതെ മുക്തിക്ക് ശ്രമിക്കുന്ന ആൾക്കാരുടെ പരിമിതിയെക്കുറിച്ചിട്ട്. യന്യേരവിന്ദാക്ഷ വിമുക്തമാനിനഃ ത്വയി അസ്തഭാവാദ് അവിശുദ്ധ ബുദ്ധയഃ ആരുഹ്യ കൃച്ഛ്രേണ പരം പദം തതഃ പതന്ത്യധോ അനാദൃതയുക്ഷ്മതംഗ്രയ. ഭഗവാനെ, ഭഗവാന്റെ ആ കേവലം ബുദ്ധിപരമായി മനസ്സിലാക്കിയ തത്വജ്ഞാനം കൊണ്ട് മാത്രം, കേവല വിചാരം കൊണ്ട് മാത്രം ഞങ്ങൾക്ക് മുക്തി കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ജീവൻ മുക്തന്മാരായി എന്ന് അഭിമാനിക്കുന്നതായ ചില ആൾക്കാരുണ്ട് പറയാം.
അവര് എന്തു പറയണു? ത്വയി അസ്തഭാവാ, ഭഗവാനിൽ പ്രേമമില്ലാത്തത് കൊണ്ട്, അവിശുദ്ധ ബുദ്ധയ, മനസ്സിന് വേണ്ട പോലുള്ള പരിശുദ്ധി കിട്ടാത്തത് കൊണ്ട് അശുദ്ധ ബുദ്ധികളായ അവർക്ക് എന്ത് സംഭവിക്കുന്നു? അവർക്ക് വളരെ ക്ലേശിച്ച് ആ ആത്മവിചാരത്തിൽ മനസ്സിനെ ഉറപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെ ഉറയ്ക്കാതെ അവരവിടുന്ന് താഴോട്ട് വീണു. പതന്തി. ആരാത് പറയണേ? ബ്രഹ്മദേവൻ. കൃഷ്ണാവതാരത്തിന് മുമ്പ് കൃഷ്ണനെ ഭഗവാനെ സ്തുതിക്കുന്ന രംഗത്ത് പറയാം. അതുകൊണ്ട് ഭഗവാനെ പ്രേമപൂർവം ആശ്രയിക്കുകയും ഭഗവത് കഥാശ്രവണാദികളിലൂടെ ഭഗവത് ഭക്തി വളർത്തി ഭക്തി കൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് പരിശ്രമിക്കുന്ന ആൾക്കാർക്ക് ഇതേ പരമപദം ബ്രഹ്മപദം അനായാസം ലഭിക്കുന്നു. തഥാനതേ മാധവ താവകാ ക്വചിത് ഭ്രശ്യന്തി മാർഗാൽ ത്വയി ബദ്ധ സൗഹൃദാഃ ത്വയാഭിഗുപ്താ വിചരന്തി നിർഭയാഃ വിനായക അനീകപമൂർത്ത സുപ്രഭോ. പല വിഘ്നങ്ങള്, തടസ്സങ്ങള് ആ ഭഗവത് പ്രാപ്തിക്ക് ആ മാർഗത്തിൽ ഉണ്ടാവും നമുക്ക്. പക്ഷേ എല്ലാ വിഘ്നങ്ങളുടെയും മൂർധാവിൽ ചവിട്ടിക്കൊണ്ട് അതിനൊക്കെ അതിവർത്തിച്ചുകൊണ്ട് അനായാസേന അതിനൊക്കെ അതിവർത്തിച്ചുകൊണ്ട് ഭഗവാനെ അവിടത്തെ സർവാത്മന ആശ്രയിക്കുന്ന ഭക്തന്മാര് പ്രയാസം കൂടാതെ അവിടുത്തെ വാസ്തവ സ്വരൂപത്തെ അറിഞ്ഞ് മുക്തരാകുന്നു. അവർക്കൊരിക്കലും വീഴ്ച ഉണ്ടാവണില്ല. ഏകാദശത്തിൽ ഭഗവാൻ പറയും, യത് കർമ്മഭിർ യത് തപസാ ജ്ഞാന വൈരാഗ്യതശ്ചയത് യോഗേന ദാനധർമ്മേണ ശ്രേയോഭിഃ ഇതരൈരവി സർവം മൽഭക്തി യോഗേന മൽഭക്തോ ലഭതേ അഞ്ജസ. എന്ത് ഫലമാണോ നിങ്ങൾ കർമ്മം കൊണ്ട് നേടുന്നത്, തപസ്സുകൊണ്ട് നേടുന്നത്, ജ്ഞാനം കൊണ്ട് നേടാൻ ആഗ്രഹിക്കുന്നത്, യോഗം, വൈരാഗ്യ പരിശീലനം, അതുപോലെ ധർമാചരണം, ദാനം ചെയ്യൽ, ഈ മാർഗങ്ങളിലൂടെയൊക്കെ നിങ്ങൾ എന്ത് നേടാൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം, അത് ഭൗതികമാവട്ടെ അഥവാ ആധ്യാത്മികമാവട്ടെ, ഭുക്രിയാവട്ടെ മുക്രിയാവട്ടെ, എല്ലാം മൽഭക്തി യോഗേന മൽഭക്തഃ ലഭതേ. ഭഗവാനിൽ ഭക്തിയുള്ള ഭക്തൻ ഭഗവത് കൃപയാൽ അനായാസേന നേടുന്നു. ഇത് നമുക്ക് ഉണ്ടാക്കി തരലാണ്. ഇതാണ് ഭാഗവതന്റെ സവിശേഷത എന്നർത്ഥം. അപ്പൊ ഭാഗവതം എന്ന ഭഗവാനെ ആശ്രയിച്ചാൽ ഭുക്രിയും ആയി മുക്രിയായി, എന്തൊക്കെ വേണോ ഇഹപരങ്ങളെല്ലാം കിട്ടുന്നർത്ഥം. അതുകൊണ്ട് നിരന്തരം സജ്ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഭഗവാനെക്കുറിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുന്നു. അവസരം കിട്ടിയ ഇതുമാതിരുന്ന് കൂട്ടായിരുന്നു ചർച്ച ചെയ്യുന്നു. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സ്മരിക്കുക, അല്ല അവസരം കിട്ടിയാലോ സ്മരിപ്പിക്കുക. സ്മരന്ത സ്മാരയന്തശ്ച മിഥോ അഘൗഖഹരം ഹരിം ഭക്രിയ സഞ്ജാതയാ ഭക്രിയ ബിഭ്രതി ഉൽപ്പുളകം തനും. ആ ഭക്തി കൊണ്ട് ഹൃദയമലിയുന്നു, ശരീരവിസ്മൃതിയിലാണ്ട് പരമാനന്ദത്തെ അനുഭവിക്കുന്നു. ഇതിന് നമ്മളെ സഹായിക്കുന്നത് ഭാഗവതമല്ലേ? അല്ലേ? പ്രഹ്ലാദന്റെ കഥ പറയുമ്പോൾ, പ്രഹ്ലാദന്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയാ? ആ ഭഗവത് ഭക്തി കൊണ്ട് പ്രഹ്ലാദൻ കളിക്കോപ്പൊക്കെ വലിച്ചെറിയണു അല്ലേ? ഭഗവാനെ വെച്ച് ഭഗവാന്റെ എന്തെങ്കിലും വെച്ച് ഭഗവാനെ പൂജിക്കണം വിചാരിക്കണു അല്ലേ? ആ പ്രഹ്ലാദനെ ഏതോ ഭൂതം ആവേശിച്ച മാതിരിയായിരുന്നു. കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാ ന വേദ ജഗതീദൃശം. നമ്മൾ കാണുന്ന മാതിരി ഈ വൈവിധ്യമാർന്ന നാനാത്വ പ്രപഞ്ചത്തെ കണ്ടില്ല പ്രഹ്ലാദനത്രേ. ന വേദ ജഗത് ഈദൃശം. നമ്മൾ കാണുന്ന പോലെ ഭേദബുദ്ധിയോടുകൂടി ഈ പ്രപഞ്ചത്തെ കണ്ടില്ല, മറിച്ച് ഭഗവത് ബുദ്ധിയോടുകൂടി കണ്ടു എന്നാണ്. ചിലപ്പോ പൊട്ടി കരയണു, ചിലപ്പോ പൊട്ടിച്ചിരിക്കണു, ചിലപ്പോ ആനന്ദ നൃത്തം ചെയ്യുന്നു, ചിലപ്പോ ലോകബാഹ്യനായിട്ട് ചിലപ്പോ സമാധിയിലാണ്ടിരിക്കണു ആ കുട്ടി. ഇതൊക്കെ എങ്ങനെ കിട്ടി? വയറ്റിലിരിക്കുമ്പോഴേ നാരദനിൽ നിന്ന് ഭാഗവതം കേട്ടതിന്റെ ഗുണം അല്ലേ? അമ്മയുടെ വയറ്റിലിരിക്കുമ്പോഴേ ഭാഗവതം കേൾക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗ്യം. അപ്പോൾ ഭാഗവതം കേട്ട ആൾക്കാരിലൊക്കെ ഉണ്ടായ മാറ്റം ആലോചിച്ച് നോക്കൂ. ഭാഗവതത്തിൽ തന്നെ അങ്ങനെയുള്ള അനേകം കഥകൾ അല്ലേ? മനസ്സ് ഭഗവാൻ ലയിച്ചു പോകാനുള്ള അവസ്ഥ പോരാ. ആ ഭഗവത് ഭക്തിക്ക് ഉദാഹരണമായിട്ട് നാരദ മഹർഷി പറഞ്ഞത് ആര്യാ? യഥാ വ്രജഗോപികാനാം. വ്രജത്തിലെ ഗോപിമാര് അവരാരായിരുന്നു? സാധാരണ ആടുമാടുകളെ മേയ്ക്കുന്ന ഗോപാലന്മാരുടെ പെണ്ണുങ്ങളല്ലേ? വലിയ പഠിപ്പില്ലാത്തവര്, തപസ്സില്ലാത്തവര്, ജ്ഞാനമില്ലാത്തവര്, ഇങ്ങനെയൊക്കെ പറയണ അവരെത്തിയതെവിടെയാ? ബ്രഹ്മമാം പരമം പ്രാപു സങ്കാല ശതസഹസ്രശാന്ന് ഭഗവാൻ കൃഷ്ണൻ ബുദ്ധോപദേശത്തില്. ഒരാൾ രണ്ടാളല്ല, നൂറായിരക്കണക്കിന് ആ ഗോപിമാർ എത്തിച്ചേർന്നത് എന്നിലാണ്. ബ്രഹ്മസ്വരൂപനായ എന്നെ സാക്ഷാത്കരിച്ച് മുക്തരായി തീർന്നു. ആ ഗോപിമാരുടെ മഹിമ, ആ ഭക്തിയുടെ മഹിമ പാടുമ്പോൾ ഇത്രയും വലിയ ഭക്തനായ ബൃഹസ്പതിയുടെ ശിഷ്യനായ ജ്ഞാനീഭക്തനായ ഉദ്ധവൻ പോലും ആശ്ചര്യം തൂകുന്നു. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണും അഭീഷ്ണശ യാസാം ഹരികഥോൽ ഗീതം പുനാതിഭുവനത്രയം. ഈ മൂന്ന് ലോകത്തെയും
ശുദ്ധീകരിക്കുന്ന ഹതാമൃതത്തെ, ഭഗവത്കഥയെ ഉറക്കപ്പാടുന്ന ഗോപിമാരുടെ പാദത്തിലെ പൊടിയെ ഞാനിതാ വണങ്ങണു. ഭക്തിമഹിമ. ഭാഗവതം ഈ ഭക്തിക്ക് മുൻതൂക്കം കൊടുക്കണം. ഞാനല്ലേ ഉണ്ട്, മുക്തിയിലേ ഉണ്ട്. ഇതാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം. ഭക്തി ആകുന്ന അമ്മയുടെ മക്കളായിട്ട് ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും. മഹാത്മ്യത്തിൽ പറഞ്ഞെന്താ? വൈകുണ്ഠത്തിൽ ഭഗവാൻ ഭക്തിദേവിയെ വിളിച്ചിട്ട് ഭൂമിയിലേക്ക് ഒന്ന് പോകുമെന്ന് പറഞ്ഞു. എന്തിനാ? ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ. പോരുമ്പോ എങ്ങനെയാ അത്ര അയച്ചത്? നാരദ മഹർഷി പറയാ, മുക്തിയെ ദാസിയാക്കിയും ജ്ഞാനവൈരാഗ്യങ്ങളെ കുട്ടികളാക്കിയും അയച്ചു എന്നാ പറഞ്ഞ അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഇന്ന് നീ വിളിക്കുമ്പോൾ മുക്തി ഇന്ന് കലിയുഗത്തിലെ പാഖണ്ഡന്മാരാൽ ശാസ്ത്രമൊന്നും വേണ്ട പോലെ അഭ്യസിക്കാത്ത ആൾക്കാരെ കൂടിയോണ്ട് മുക്തി വൈകുണ്ഠത്തിൽ പോയിരിക്കാം. നീ വിളിക്കുമ്പോൾ വരണോ പോകണോ അല്ലേ? അങ്ങനെയാ പറഞ്ഞത്. എന്താർത്ഥം? അപ്പൊ ഉത്തമ ഭക്തി ഉണ്ടായാൽ മുക്തി വരും അല്ലേ? ഭക്തിയുക്തന്മാരായുള്ളവർക്ക് ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. എഴുത്തച്ഛൻ എത്രയോ പ്രാവശ്യം രാമായണത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കും. ആ പരിശുദ്ധമായ ഭക്തി, ഭഗവാനിൽ ഉറച്ച ഭക്തി നേടലാണ് സാഫല്യത്തിനുള്ള കാരണം. ഏതാപ്പരം തനുഭൃതോ ഭുവി ഗോപവധ്വഃ ഗോവിന്ദയേവ നിഖിലാത്മനി രൂഢഭാവാ വാഞ്ചന്തി യത് ഭവഭിയോ മുനയോ വയം ച കിം ബ്രഹ്മജന്മഭിഃ അനന്തകഥാരസസ്യ. ഉദ്ധവൻ അവരെ നമസ്കരിച്ച് പറയാ, പരമാത്മാവായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ ഇങ്ങനെ മനസ്സുറച്ചുപോയ ഈ ഗോപികമാരല്ലേ ജന്മസാഫല്യം നേടിയത്. കാരണം ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മോഹിക്കുന്ന, ജനമരണത്തെയും ദുഃഖത്തെയും സംസാരത്തെയും ഭയപ്പെടുന്ന മഹർഷിമാരും തന്നെ പോലെയുള്ള ആ ഭക്തന്മാരും ഇങ്ങനെയുള്ള ഭക്തി ലഭിക്കാനാണ് അത്രേ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിന് ശ്രേഷ്ഠ ജന്മങ്ങളെന്നാ. ഇതാണ് ഭാഗവതം കാണിച്ചു തരുന്ന ഭക്തി നൃത്തം. ഇന്ദ്രനെപ്പോലും അതിശയിപ്പിച്ചുകൊണ്ട് വൃത്രാസുരൻ ഇന്ദ്രന് കൊടുക്കണ ഉപദേശം, അഥവാ നമ്മുടെ മനസ്സിന് തരണ ഉപദേശം അല്ലേ? ഗീതോപദേശം അർജുനന് ഭഗവാൻ ഉപദേശിച്ച മാതിരി ഭഗവത് ഭക്തനായ വൃത്രൻ അസുരയോനിയിൽ പറഞ്ഞിട്ടും ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിക്കുന്ന ഒരു ഉപദേശം കൊടുത്തു നൃത്തം. ഭഗവാനെ, എൻ്റെ മനസ്സ് ഭഗവാനെ കാണാൻ വേണ്ടി പിടയണോ, പ്രാപിക്കാൻ വേണ്ടി. യജാതപക്ഷായോ ആദരം ഖഗ. ചിറക് മുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ തള്ളപ്പക്ഷിയുടെ വരവിനെയും പ്രതീക്ഷിച്ച് വല്ല വേടനും വരുമോ പാമ്പ് വരുമോ പിടിച്ചു തിന്നാന്ന് ചോദിച്ച് പേടിച്ചിരിക്കും പോലെ. സ്തന്യം യഥാ വത്സര അക്ഷുതാർത്ഥ. പശുക്കുട്ടി തള്ളപ്പശുവിനെ കണ്ട് ഓടി വന്ന് അകട്ടിൽ വെട്ടിച്ച് മൂടിച്ച് പാല് കുടിക്കാൻ വേണ്ടി വെമ്പും പോലെ. പ്രിയം പ്രിയേവ വിഷുതം വിഷണ്ണ. തൻ്റെ പ്രിയതമന്റെ വരവിനെയും കാത്തുകൊണ്ട് സകല വീട്ടുജോലികൾ എടുക്കുമ്പോഴും എങ്ങനെയാണോ പ്രിയതമ തൻ്റെ നാഥന്റെ ആ സ്മരണയിൽ തന്നെ കഴിയണത്, ആ പ്രിയനോട് ചേരാൻ വേണ്ടി. മനോ അരവിന്ദാക്ഷ ദദൃക്ഷതേ ത്വാം. അവിടത്തെ പ്രാപിക്കാൻ എൻ്റെ മനസ്സ് പിടയണു ഭഗവാനെ എന്നാണ് ഉത്തമ ഭക്തിയുടെ ലക്ഷണം. അപ്പൊ ഭാഗവതം ഇങ്ങനെ നിരത്തുക നമ്മുടെ മുമ്പില്. ആദ്യത്തെ പ്രസ്താവന എന്താ? ഭക്തി ജ്ഞാന വിരാഗാണാം സ്ഥാപനായ പ്രകാശിതം. എന്തിന് ഭാഗവതം എഴുതി? ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങള് മനസ്സിലുണ്ടാക്കി അവരെ മുക്തിപഥത്തിലേക്ക് എത്തിക്കാൻ, ഈശ്വരാനുഭൂതിയിലെത്തിക്കാൻ, ശാശ്വത ശാന്തിയിലേക്ക് എത്തിക്കാൻ, സംസാര ദുഃഖങ്ങളിൽ നിന്ന് അവനെ മോചിപ്പിക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ഭാഗവതം പിറന്നത് തന്നെ എന്നർത്ഥം. അത് സാധിക്കുമോ? അതിനാണ് ഭാഗവതം തന്നെ എത്രയോ ഭക്തന്മാരെ ഉദാഹരിച്ച് കാണിക്കുക. ഇവരൊക്കെ ഇങ്ങനെ സംഭവിച്ചവരാ. ഗോപിമാരുടെ കഥയായാലും ഉദ്ധവന്റെ കഥയായാലും പ്രഹ്ലാദന്റെ കഥയായാലും അതുപോലെ വൃത്രാസുരന്റെ കഥയായാലും അർത്ഥം. അങ്ങനെ ഒരാൾ രണ്ടാളോ? കുന്തിദേവി അല്ലേ? കുന്തിദേവി ഭക്തി കൊണ്ട് ഭഗവാന്റെ ആ സ്വരൂപം അറിഞ്ഞ് യോഗിനിയായി. കുന്തി ഭഗവാന്റെ സ്വരൂപമാണ്. ഭഗവാനെ കൂടുതൽ കൂടുതൽ ദുഃഖമുണ്ടാക്കി തരൂ, അതാണ് നിന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കാമെങ്കിൽ. ആ ദുഃഖത്തിൽ നിന്നെ ഓർമ്മിച്ച് അവസാനം സുഖദുഃഖങ്ങൾക്ക് രണ്ടിനും അതീതമായൊരു നിലയിൽ എത്തിച്ചേർന്നു ഞാൻ. ഇപ്പം എനിക്കൊന്നും ഒരു പ്രശ്നമല്ലാണ്ടായി അല്ലേ? ഭീഷ്മര്, സുദാമാവ്, ബ്രാഹ്മണപത്നിമാര്, വിപ്രപത്നിമാര്, ജഡഭരതൻ, ധ്രുവൻ, ഇങ്ങനെ ഭാഗവത്തില് എത്ര ഭക്തന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തരണത് അല്ലേ? ഇപ്രകാരം ഭക്തിയാ വിരക്തി, അതിലൂടെ ജ്ഞാനം, തന്റെ ഹൃദയത്തിൽ വാഴുന്ന ഭഗവാനെ അനുഭവരൂപേണ സാക്ഷാത്കരിച്ച് ജന്മം സഫലമാക്കണ കൃതാർത്ഥരാക്കുന്ന ആളുകൾ എന്നർത്ഥം. ഇങ്ങനെ ഭാഗവതം സർവവേദാന്ത സാരമാണ്, ഉപനിഷത്ത് സാരമാണ് ഇതിൽ പ്രതിപാദിച്ചത്. വസ്തു അദ്വിതീയമാണ്, സത്യം ഇവിടെ ഒന്നേ ഉള്ളൂ, പലതില്ല. നേഹ നാനാസ്തി കിഞ്ചന
എന്നുള്ള വേദ തത്വം തന്നെ ഭാഗവതത്തിനും പറയാനുള്ളത്. ആ സത്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും. പക്ഷേ അതിലേക്കുള്ള മാർഗത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളതെന്നർത്ഥം. ഒന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിലൂടെ, ഭക്തിയിലൂടെ നമ്മെ കൈപിടിച്ച് പതുക്കെ 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 ആദ്യം സകാമഭക്തിയായാലും ക്രമേണ അത് നിഷ്കാമഭക്തിയിലേക്ക്, അനന്യഭക്തിയിലേക്ക്, ഏകാന്ത ഭക്തിയിലേക്ക് നയിച്ച് അവിടെ എത്തുമ്പോഴാണ് പൂർണ്ണ വിധേയവിരക്തി വരുന്നത്. അവിടെയാണ് മനസ്സ് ഭഗവാന്റെ സ്മരണയിൽ തന്നെ മുഴുകിയതിൽ ഉറച്ച് ശാശ്വതമായ ആ ശാന്തി എന്ന ആനന്ദപ്രാപ്തി കൈവരുന്നത്. അങ്ങനെ ഓരോരുത്തരെയും ആ ഭഗവത് സാക്ഷാത്കാരമെന്ന പരമാ അനുഭൂതിയിലേക്ക് എത്തിക്കുന്ന ഏറ്റവും മഹിമേറിയ ഗ്രന്ഥം, സർവശാസ്ത്ര സാരമാണ് ഭാഗവതം. തത് രസ അമൃതതൃപ്തസ്യ ന അന്യത്രസ്യാൽ രതിക്വചിതെന്നാണ്. ആ ഭാഗവതത്തിൽ നമുക്ക് രസം കിട്ടിയാൽ പിടിച്ചാലോ പിന്നെ വേറെ ഒന്നിലും രസം തോന്നാണ്ടാവും. അതിൽ രസം തോന്നാനും വിഷമ. എന്താ? കോടിജന്മ സമുദ്ധേന പുണ്യേനൈവതു ലഭ്യതേ, മഹാത്മ്യത്തിൽ പറഞ്ഞു അല്ലേ? കോടിജന്മ സുഹൃതത്തിന്റെ പുണ്യത്തിന്റെ ഫലമായിട്ടാണ് അത് സംഭവിക്കുന്നത് എന്നർത്ഥം. ഓ, ഭാഗവതം ഈ പരിശുദ്ധമായ ഭഗവത് പദത്തിലേക്ക് നമ്മെ അനായാസേന എത്തിക്കാനുള്ളതായ മാർഗം കഥാരൂപത്തിൽ അത് പറയുമ്പോൾ കൊച്ചുകുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ആസ്വാദികരമായി തരും. പക്ഷേ നാം ഭഗവാന്റെ കഥ കേൾക്കുമ്പോഴും പറയുമ്പോൾ നമ്മുടെ മനസ്സറിയാണ്ട് ആ ഇരുമ്പിലൂടെ ഇങ്ങനെ ഈ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ ഇരുമ്പ് കാന്തായി മാറും. ഇതുമായി ഈ ഭഗവത് മഹിമകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടായിട്ട് വാസനകളാവുന്ന ചെളി നീങ്ങി മനസ്സിങ്ങനെ ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയാണ്ട് ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മളെ അവസാനം ആ ഭഗവത് പദത്തിലേക്ക് എത്തിക്കുന്നു. ഒന്നും കൂടിയും പറഞ്ഞിട്ട്, ധർമാർത്ഥ കാമ മോക്ഷാഖ്യ യൈച്ഛേഷയ ആത്മനഃ ഏകമേവ ഹരേ തത്ര കാരണം പാദസേവനം. എന്താ? ഈ ജീവിതത്തിൽ നമ്മൾ ധർമ്മമാണോ ആഗ്രഹിക്കുന്നത്, പണമാണോ, അർത്ഥമാണോ ആഗ്രഹിക്കുന്നത്, ഭോഗങ്ങളാണോ, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളിൽ ഏതാണോ, അതോ എല്ലാം വേണോ? അത് ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഒന്ന് മാത്രമേ വേണ്ടൂ. ഏക ഏവ ഹരേ തത്ര കാരണം പാദസേവനം. ഹരിയുടെ പാദങ്ങളെ ആശ്രയിക്കുക. ഹരിപാദങ്ങളെ ആശ്രയിക്കാൻ എളുപ്പവഴി എന്താ? ഹരിയുടെ പ്രത്യക്ഷ സ്വരൂപമായ ഭാഗവത്തെ ആശ്രയിക്കുക. അതിന് നമ്മളിന്ന് തുടങ്ങി വീണ്ടും നൈമിഷാരണ്യം ഇവിടെ തയ്യാറായി. ഭാഗ്യം കൊണ്ട് നമ്മളൊക്കെ ഇവിടെ എത്തിച്ചേർന്നു. ഇനി ഓരോരോ സന്ദർഭങ്ങൾ ഈ പറയണ ആളല്ല പറയണത്. ഈ പീഠത്തിലിരിക്കുമ്പോൾ ഓരോരോ ഗുരുനാഥന്മാർ ഇവരുടെ വാക്കുകളാണ് നമ്മൾ കേൾക്കണത്, അവരുടെ വചസ്സുകളാണ്. അത് കേട്ട് നമുക്ക് ആ ഭഗവാനിൽ പ്രേമഭക്തി ഉണ്ടാകട്ടെ. അതിലൂടെ മനസ്സ് ശുദ്ധമായി ആ ഹൃദയേശ്വരനിൽ മനസ്സ് ലയിച്ച് ഭാഗവതം പ്രതിപാദിക്കുന്ന ആ ഭഗവന്നിഷ്ഠ, ആത്മനിഷ്ഠ കൈവരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ നിർത്താം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.